കുറേ നാളായില്ലേ നമ്മളൊരു കേസ് അന്വേഷിച്ചിട്ട്, അതായത് കേസ് അന്വേഷിക്കുന്ന പോലെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി കണ്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു അടിപൊളി ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി കാണാം. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കേസ് എന്താണെന്നാൽ, ഒരു നഗരത്തിൽ ജനങ്ങളുടെയൊക്കെ ഹീറോ ആയി ഒരു വ്യക്തി മാറുന്നു. ജനങ്ങളുടെ ഇമോഷൻസ് അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന പോലെ വിധി നടപ്പാക്കുന്ന ഒരു ഹീറോ. ഈ ഹീറോയും ഈ ഹീറോയുടെ പുറകെ നടക്കുന്ന ജനങ്ങളുമാണ് പ്രശ്നം. കാരണം സമൂഹത്തിൽ നടക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ, നിയമത്തിന്റെ നൂലാമാലകളിൽ പെട്ടുകിടക്കുന്ന അങ്ങനെയുള്ള കുറ്റങ്ങൾ, ജനങ്ങൾ ആഗ്രഹിച്ച വിധിക്ക് പകരം മറ്റൊരു വിധി വന്ന കേസുകൾ, ഇങ്ങനെയുള്ള കേസുകളിലേക്ക് പ്രതികളെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആരെയാണോ പ്രതികളായിട്ട് കാണുന്നത് അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു ഹീറോ. ഇങ്ങനെയാണ് ഈ നാട്ടിലെ ബാറ്റ്മാൻ അല്ലെങ്കിൽ ഈ നാട്ടിലെ അന്യൻ എന്നൊക്കെ പറയാം. അങ്ങനെ വെറുതെ ഒരാൾ വന്ന് നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ? ഇത് ആരാണെന്ന് ഇപ്പൊ നമുക്കറിയില്ല. എത്രയും വേഗം ഇയാളെ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് ഇയാളുടെ മോട്ടീവ് എന്ന് കണ്ടെത്തണം. അപ്പൊ ഈ വക കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ കേസ് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പോകുന്നത്. 2017 പുറത്തിറങ്ങിയ ദ ലിക്വിഡേറ്റർ എന്ന ചൈനീസ് മൂവിയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു പോലീസ് വുമൺ ഒരു ക്രിമിനലിനെ നഗരത്തിലൂടെ ചേസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പോലീസുകാരിയാണ് നമ്മുടെ ഹീറോയിൻ മീ നാൻ. ഇവരിപ്പോൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ ഓടി നേരെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് കയറുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി, ഒരു കാരണവശാൽ ഇവർക്ക് പിടികൊടുക്കരുതെന്നുള്ള മട്ടിൽ ജനങ്ങൾക്കിടയിലൂടെ ഓടി റൈഡ്സിനിടയിലൂടെയൊക്കെ ചാടി ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു കുട്ടിയെ പിടിച്ച് അതിന്റെ കഴുത്തിൽ കത്തി വെച്ച് അടുത്ത് വന്ന ഇവളെ ഞാൻ കൊന്നുകളെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. നോ കുട്ടി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് കത്തി തട്ടി മാറ്റി കുട്ടിയെ രക്ഷിക്കുന്നു. എന്നിട്ട് ആ ക്രിമിനലിനെ പിടിച്ച് അവന്റെ കയ്യിൽ വിലം കിട്ടുകൊണ്ട്, നീ കൊച്ചു കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുക്കും അല്ലേ, ഇനി നിന്നെ ആരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ അവനവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നമ്മുടെ ഹീറോയിനെ തള്ളിയിട്ടിട്ട് അവന്റെ ഒരു കയ്യിൽ വിലങ്ങുമായി അങ്ങനെ മുന്നോട്ട് ഓടുന്നു. എന്നിട്ട് ഈ അമ്യൂസ്മെന്റ് പാർക്കിലുള്ള ജയന്റ് വീലിൽ സ്വന്തം ജീവൻ പണയം വെച്ച് അവൻ വലിഞ്ഞു കയറുകയാണ്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഒരു കാരണവശാലും നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ അകപ്പെടാൻ പാടില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഈ ജയന്റ് വീലിലൊക്കെ വലിഞ്ഞു കയറുന്നത് കണ്ട അറിയത്തില്ലേ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ജീവൻ പോണേ പോട്ടെ, എന്നാലും പോലീസിന്റെ പിടിയിൽ പെടരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീനാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവളും അവന്റെ പുറകെ ജയന്റ് വീലിൽ വലിഞ്ഞു കയറുന്നു. ഇതിനെയൊക്കെ തുടർന്ന് ജയന്റ് വീലിന്റെ റണ്ണിങ് നിർത്തിവെക്കുന്നു. ആ ക്രിമിനലെ ജയന്റ് വീലിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പിടിച്ച് അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ കാല് തെറ്റി അവൻ വീഴാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവന് പിടികിട്ടിയ ഒരു കമ്പിയിൽ പിടിച്ച് അവൻ അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ പുറകെ കയറി വരുന്ന നമ്മുടെ ഹീറോയിൻ അവന്റെ ഒരു കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്ന വിലങ്ങിന്റെ രണ്ടാമത്തെ അറ്റം ആ കമ്പിയിൽ ലോക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവനെ പിടിക്കുന്നത് കാണിച്ച് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു, ദ ലിക്വിഡേറ്റർ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ക്ലാസ് റൂമാണ്. അവിടെ ടീച്ചർ ഇരിക്കേണ്ട സീറ്റിൽ ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നു. അയാളുടെ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലകളിട്ട് അയാൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആകെ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് അങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് ബോധം വരുമ്പോൾ താൻ എങ്ങനെ ഇവിടെ വന്നു, എങ്ങനെയാണ് ഇവിടെ അകപ്പെട്ടതെന്ന് അറിയാതെ പുള്ളിക്കാരൻ അലറി വിളിക്കുന്നു. ഇന്നേരം ആ ക്ലാസ് റൂമിലേക്ക് ഒരു പുള്ളിക്കാരൻ വന്ന് ഈ കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ ഒരു ബോക്സ് വെച്ചിട്ട്, നിന്റെ ഫോൺ ഇതിനകത്തുണ്ട്, നിനക്ക് വേണേൽ പോലീസിനെയോ ആംബുലൻസോ വല്ലതും വിളിക്കാം, പക്ഷേ ഫോൺ അൺലോക്ക് ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണ്ടേ, നീ ഒരു കണക്ക് സാർ ആയതുകൊണ്ട് നിനക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, ഇത് നീ പിള്ളേരെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് അല്ലേ, ഈ ടെക്സ്റ്റിലുള്ള എല്ലാ ഡിജിറ്റും കൂട്ടി നോക്കി അതിന്റെ സമ്മ കണ്ടുപിടിച്ച് ആ കിട്ടുന്ന വാല്യൂവിന്റെ സ്ക്വയർ റൂട്ട് നിന്റെ ഫോണിന്റെ പാസ്വേഡ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കേട്ട് പാവം ആ കണക്ക് മാഷ് അലറി വിളിച്ച് കരയുമ്പോൾ ഇവൻ അദ്ദേഹത്തെ തല്ലിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പേന കുത്തിയിറക്കി. എനിക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ 5 മണിക്കൂർ വേണ്ടി വന്നു, നീ ഒരു കണക്ക് മാഷല്ലേ, നിനക്ക് 2 മണിക്കൂർ മതിയാവും, ഒട്ടും സമയം കളയാനില്ല, പേനയുടെ മഷീൻ തീർക്കരുത്, എത്രയും വേഗം ഉത്തരം കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ നോക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടുന്ന് മാറിപ്പോകുന്നു. കണക്ക് സാറിന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി, ആ ബുക്കിലുള്ള സകല ഡിജിറ്റ്സിന്റെയും സം കണ്ടുപിടിച്ച് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് ഫോൺ അൺലോക്ക് ചെയ്ത് പോലീസിനെയോ ആംബുലൻസിനെയോ വിളിക്കാം. എന്നാൽ അത്രയും സമയമൊക്കെ കണക്ക് സാർ സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം സാറിന്റെ കയ്യിൽ അവനിപ്പോൾ പേന ഉപയോഗിച്ചുണ്ടാക്കിയ മുറിവ് അത് വലിയ മുറിവാണ്, നന്നായിട്ട് ബ്ലീഡ് ആവുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എത്ര നേരം അവനെ കൊണ്ട് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പില്ല. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു. വില്ലൻ പ്രതീക്ഷിച്ച പോലെ തന്നെ കണക്ക് സാർ മരിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ പേരിൽ അന്വേഷണം തുടങ്ങി. ഇദ്ദേഹമാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ. ഈ കേസിന്റെ ഇതുവരെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം നമ്മുടെ ഹീറോയിന് കൈമാറിയിട്ട് അവളോട് ഈ കേസ് അന്വേഷിക്കാൻ പറയുകയാണ് ക്യാപ്റ്റൻ. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ മീനാൻ ഇവളൊരു ബിഗിനറാണ്. പുള്ളിക്കാരി ഇങ്ങനെയുള്ള കേസ് അന്വേഷിച്ച് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് സപ്പോർട്ട് ആവശ്യം വന്നേക്കാം. ഇവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരാളുടെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഫാങ്മു, നമ്മുടെ ഹീറോ. ഇവൻ എന്റെ സുഹൃത്താണ്. കേസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിനക്ക് അവനോട് സഹായം ചോദിക്കാം. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മളെ പോലൊക്കെ തന്നെ അവൻ ഒരു പോലീസുകാരനായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്ന് മാറി നിൽക്കുകയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ മറ്റൊരു വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം. എന്തായാലും നീ ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അവന്റെ അടുത്തല്ലേ, അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു ക്യാപ്റ്റൻ. അവിടെ കട്ടിയാൽ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ഫാങ് മൂനെയാണ് നമ്മൾ കാണുന്നത്. അവനിപ്പോൾ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ക്രിമിനലിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാനായിട്ട് അങ്ങേരെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന പുള്ളിക്കാരൻ ഒരു കൊലപാതകം ചെയ്തു. എന്നാൽ ഇവൻ പറയുന്നത് ഇവൻ മനഃപൂർവ്വം കൊലപാതകം ചെയ്തതല്ല, ഇവനെ കൊണ്ട് നിർബന്ധിച്ച് ഇവന്റെ സഹോദരൻ ചെയ്യിപ്പിച്ചതാണെന്നാണ്. ഇത് പോലീസിനെ കൊണ്ട് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. ഇവൻ കള്ളം പറയുന്നതാണോ എന്ന് അവർക്കൊരു സംശയം. അതുകൊണ്ട് ക്രിമിനൽ സൈക്കോളജിയിൽ എക്സ്പെർട്ടായ നമ്മുടെ ഹീറോയുടെ സഹായത്തോടെ അവന്റെ ഉള്ളിലുള്ള സത്യങ്ങൾ ഹിപ്നോട്ടൈസ് ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഫാഗ്മോ ക്രിമിനലിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ചോദിക്കും അവനോട്, എന്തുകൊണ്ടാണ് നിന്നെ കൊണ്ട് അവൻ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യിച്ചതെന്ന് ചോദിക്കും എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ക്രിമിനൽ വല്ലാണ്ട് അബ്നോർമൽ ആയിട്ട് വേണ്ട അവൻ എന്നെ കൊല്ലും, അവൻ എന്നെ ഉപദ്രവിക്കും എന്നിങ്ങനെ വിളിച്ചു പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ കണക്ക് സാറിന്റെ കൊലപാതകം അന്വേഷിക്കുന്ന നമ്മുടെ ഹീറോയിനും നമ്മുടെ ഹീറോയോട് സഹായം ചോദിക്കാൻ ചെന്ന നമ്മുടെ ഹീറോയിനും
ഹീറോയിനും കാണുന്നുണ്ട്. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്ന ക്രിമിനൽ അവനെ കൊല്ലും, അവനെ ഉപദ്രവിക്കും എന്നിങ്ങനെയൊക്കെ അലറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ മുറിയിലെ കേർട്ടൻ അങ്ങ് മാറ്റുന്നു. അങ്ങോട്ട് വെട്ടം വരുമ്പോൾ ഇത്രയും നേരം അലറി വിളിച്ചുകൊണ്ടിരുന്ന ക്രിമിനൽ നോർമലായിട്ട് കണ്ണു തുറന്നു നോക്കുന്നു. ആഹാ, എന്തൊരു അഭിനയം! ഞാൻ നിന്നെ ശരിക്കും ഹിപ്നോട്ടൈസ് ചെയ്തെന്ന് കരുതിയോ നീ? ആക്ച്വലി ഞാനൊരു സൈക്കാട്രിസ്റ്റും അല്ല, ഞാൻ നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുമില്ല. പിന്നെ നീ പറയുന്ന പോലെ നിനക്കൊരു ബ്രദറും ഇല്ല. നീ ചെയ്ത എല്ലാ കുറ്റങ്ങളും നീ സ്വയമേ ചെയ്തതുമാണ്. ഇതാണ് നമ്മുടെ ഹീറോ. വിവേകപരമായിട്ട് ചിന്തിച്ച് ഏതൊരാളെയും, കുറ്റം ചെയ്ത ഏതൊരാളെയും പിടിക്കാൻ പുള്ളിയെ കൊണ്ട് സാധിക്കും. അങ്ങനെ ആ ഒരു കേസ് പുള്ളിക്കാരൻ സോൾവ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ സെക്ഷനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിന് നേരെ തിരിഞ്ഞിട്ട്, ഹലോ, യാങ് ഷോ പറഞ്ഞിട്ട് വന്നതല്ലേ, കേസിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോവാ എന്ന് പറയുന്നു. പെട്ടെന്ന് നമ്മുടെ മീനാൻ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ഹീറോ നിൽക്കുന്ന സെക്ഷനിൽ നോക്കി ഇവളെ കാണാൻ പറ്റത്തില്ല. എന്നിട്ടും നമ്മുടെ സൂപ്പർമാൻ ചെയ്യണ പോലെയൊക്കെ കറക്റ്റ് ആയിട്ട് ഇവൾക്ക് നേരെ തിരിഞ്ഞ് ഇവളോട് സംസാരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അത്രത്തോളം കോൺസെൻട്രേഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായില്ലേ. ചെറിയൊരു ശബ്ദം പോലും, ചെറിയ അനക്കങ്ങൾ പോലും പുള്ളിക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഹീറോയിൻ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അദ്ദേഹത്തിന് കൊടുത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. കൊല്ലപ്പെട്ട മാത്സ് അധ്യാപകന്റെ പേര് വേ മിങ് ജുൻ. പഠിപ്പിച്ചിരുന്നത് ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ക്യുവൻ സെക്കൻഡറി സ്കൂളിലാണ്. എന്തുകൊണ്ടാണ് ഈ സാർ ഇത്ര ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടത് എന്നറിയണമെങ്കിൽ കുറച്ചു കാലം പിന്നോട്ട് പോകണം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരുന്നു. യു ഗ്വാങ് പഠിക്കാൻ അത്ര മിടുക്കനൊന്നും അല്ലായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡന്റ്. ഇവന്റെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അവനെ കൊണ്ട് താൻ കൊടുക്കുന്ന പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞിട്ടും സാറ് തുടർച്ചയായിട്ട് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഇവനെയായിരുന്നു വിളിച്ചിരുന്നത്. അവനങ്ങനെ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് സാർ ഇവനെ അവമാനിക്കുന്നത് സ്ഥിരമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു എക്സാമിന് ഈ കുട്ടിക്ക് കണക്കിന് തീരെ മാർക്ക് കുറഞ്ഞു. അതൊട്ടും ഇഷ്ടപ്പെടാത്ത കണക്ക് സാർ ആ പയ്യന്റെ മുഖത്ത് പുസ്തകം വലിച്ചെറിഞ്ഞ് ആ പയ്യനോട് ആ പുസ്തകത്തിലുള്ള എല്ലാ കണക്കുകളും, ഈച്ച് ആൻഡ് എവറി പ്രോബ്ലം ഒരൊറ്റ ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നാളെ സ്കൂളിൽ വരുമ്പോൾ ഈ കണക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് രാത്രി മുഴുവൻ യു കഷ്ടപ്പെട്ട് ഉറക്കം വിളിച്ചിരുന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാലും അവനെ കൊണ്ട് പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് പുസ്തകത്തിലുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒന്ന് വിയർക്കും. യു ആണെങ്കിലോ കണക്കിൽ ഒരു പ്രോബ്ലം പോലും നേരം വണ്ണം സോൾവ് ചെയ്യാൻ അറിയാത്തവരുത്തിനും. ഒരു രാത്രി മുഴുവൻ കണക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ച് ഏകദേശം വെളുപ്പിന് ഒരു 4 മണി സമയമായപ്പോഴേക്കും ആ ഒരു പ്രഷറൊന്നും താങ്ങാൻ പറ്റാതായപ്പോൾ യു അവൻ താമസിക്കുന്ന നിലയിൽ നിന്ന് 17ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് താഴെ ചാടി ആത്മഹത്യ ചെയ്തു. തുടർന്ന് ഈ സംഭവം വലിയ വാർത്തയായി. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഡിസ്കഷൻസിനിടയായി. പൊതുജനങ്ങൾ എല്ലാവരും സ്കൂൾ അധ്യാപകൻ വേയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്. അയാൾക്ക് നേരെ തുടർച്ചയായിട്ട് സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നു. സ്കൂളിൽ നിന്നും അയാൾക്ക് വലിയ പണിഷ്മെന്റുകൾ കിട്ടുന്നു. തുടർച്ചയായിട്ട് പല ആളുകളിൽ നിന്ന് അങ്ങേർക്ക് വധഭീഷണി വന്നുകൊണ്ടിരിക്കുന്നു. കുറെ കാലം വേ എല്ലാം സഹിച്ച് മിണ്ടാതിരുന്നു. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ജനങ്ങൾ ഇതെല്ലാം മറക്കും, വീണ്ടും എല്ലാം നോർമൽ ആകും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ സംഭവിച്ചതോ, ഈ സംഭവം അറിയാവുന്ന ജനങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ വേ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതൊരു വളരെ വലിയ ക്രൂരകൃത്യമാണെന്നുണ്ടെങ്കിലും ജനങ്ങൾ കൊലപാതകയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ഇങ്ങനെ ഒരു വിഷയമാകുമ്പോൾ ഇമോഷൻസിന്റെ പുറത്തായിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും പ്രതികരണം. പക്ഷെ പോലീസുകാർക്ക് ഇത് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. കൊല ചെയ്യപ്പെട്ടത് ആരാണെങ്കിലും എത്ര ദുഷ്ടനാണെന്നുണ്ടെങ്കിലും അത് അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ കേസ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി നമ്മുടെ ഹീറോയിൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ ഹീറോ, കൊലയാളി ഒരു പുരുഷനാണ്, ഒരു 25-നും 35-നും ഇടയ്ക്ക് പ്രായം കാണും, 1.7 മീറ്റർ ടു 1.85 മീറ്ററിന് ഇടയ്ക്ക് നീളം വരുന്ന ഒരു വ്യക്തിയാണ്, അവന് നല്ല ആരോഗ്യമുള്ള ശരീരവും ഉണ്ടാവും എന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ആവട്ടെ, ഇയാൾ ആരിത്, കേസ് ഡീറ്റെയിൽസ് കൊടുത്ത് മിനിറ്റുകളാവുന്നേ ഉള്ളൂ, അതിനു മുമ്പ് കൊലയാളിയുടെ പ്രൊഫൈലൊക്കെ പറയുന്നു, വെറുതെ ഓരോന്ന് ഇമാജിൻ ചെയ്ത് പറയുന്നു. ഇങ്ങനെ ഊഹാപോഹം ഒക്കെ വെച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള മട്ടില്ല നമ്മുടെ ഹീറോയിൻ അവിടുന്ന് മാറിപ്പോകുമ്പോൾ ഹീറോ അവളെ പുറകിൽ നിന്ന് വിളിച്ച്, അതെ, കണക്ക് സാറിന്റെ കൊലപാതകവും കണക്ക് സാറ് കാരണം ആത്മഹത്യ ചെയ്ത ആ പയ്യന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇതൊരു പ്രതികാരമായിട്ടൊന്നും തോന്നുന്നില്ല, തൽക്കാലം നീ ആ സ്ഥലത്ത് പോയി ലോക്ക്ഹാർട്സ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, എന്തെങ്കിലും തെളിവ് കിട്ടും എന്ന് പറയുന്നു. എന്താണ് ലോക്ക്ഹാർട്സ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ? ചില ക്രിമിനൽസ് കുറ്റം ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്തെങ്കിലും തെളിവ് അവിടെ അവശേഷിപ്പിച്ചേക്കും. അവരുദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തെളിവ് അവിടെ അവശേഷിപ്പിക്കുകയും ആ സ്ഥലത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു വസ്തു മാറ്റുകയും ചെയ്യും. അതായത് കുറ്റവാളി അവിടെ ഒരു എക്സ്ചേഞ്ച് നടത്തും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആവാം. എന്തായാലും ഇതിനെയാണ് ലോക്ക്ഹാർട്സ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ക്രൈം സീനിൽ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നു. അവിടെ മാക്സ് സാറിനെ ഏത് രീതിയിലായിരുന്നു ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ടിരുന്നത് അതൊക്കെ ഇവർ റീക്രിയേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മുടെ സേതുരാമയ്യർ ഡമ്മി ഇട്ട് നോക്കി അതേപോലെയൊക്കെ തന്നെ സിറ്റുവേഷൻസ് റീക്രിയേറ്റ് ചെയ്ത് ആ ഒരു അവസ്ഥ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അന്വേഷണം നടന്നു വരുന്നു. നമ്മുടെ ഹീറോയിൻ കേസിന്റെ പുരോഗതിയെ പറ്റി പോലീസുകാരോട് സംസാരിക്കുന്നു. പല തരത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടും വലിയ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ പറഞ്ഞ അതേ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. കൊലയാളി പുരുഷനാണ്, 25-നും 35-നും ഇടയ്ക്കായിരിക്കും പ്രായം, 1.7 മീറ്റർ ടു 1.85 മീറ്റർ ഇതിനിടയിൽ ഉയരമുള്ളൊരു വ്യക്തിയാണ്, പിന്നെ നല്ല ആരോഗ്യമുള്ളവനുമാണ്. സഭാഷ്, എന്താ നിങ്ങൾ ഈ പറയുന്നത്, ഇതെന്താ ഗണിച്ച് പറയുന്നത് എന്നുള്ള മട്ടിൽ ബാക്കി പോലീസുകാർ. നമ്മുടെ ഹീറോ ഇതൊക്കെ ആദ്യം ഇവളോട് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും പുള്ളിക്കാരൻ മനസ്സിലാക്കി പറയുന്ന പോലെ ഉണ്ടായിരുന്നു. ഇവൾ ഇതൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഊഹിച്ച് പറയുന്ന പോലെ, ഒരു ഐഡിയയുമില്ല, എന്തൊക്കെയോ വിളിച്ച് പറയുന്ന പോലെ. ശേഷം ഒരു TV ചാനലിൽ യുവിന്റെ അച്ഛനെയും അമ്മയും വിളിച്ചൊരു പ്രോഗ്രാം ഒക്കെ നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ യുവിന്റെ അച്ഛനും അമ്മയും തന്റെ മകന്റെ മരണത്തിന് കാരണമായ കണക്ക് മനുഷ്യനെ കൊന്ന ആള്, ആ വ്യക്തി ഒരു ഹീറോ ആണ്, തങ്ങളുടെ ഹീറോ ആണ് അയാൾ എന്നൊക്കെ പറഞ്ഞ കൊലപാതകയെ പ്രൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പതിയെ പോലീസിന്റെ കണ്ണിൽ അവനൊരു വില്ലനാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അവനൊരു രാജാവാകാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ നഗരത്തിന്റെ മറ്റൊരു കോണിൽ തകർന്നു കിടക്കുന്ന കുറെ അവശിഷ്ടങ്ങൾ, അതിനിടയിലൂടെ ഒരു പട്ടിക്കുട്ടി ഓടിപ്പോകുന്നു. ആ പട്ടിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് ഒരു കൊച്ചു പെൺകുട്ടിയും അതിന് പുറകെ പോകുന്നുണ്ട്. ഇങ്ങനെ നടന്നു ചെല്ലുന്ന പെൺകുട്ടി ആ പട്ടിക്കുട്ടിയെ കണ്ടുപിടിക്കുമ്പോൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുന്നു. എന്താ മുകളിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാവട്ടെ വലിയൊരു ബലൂൺ പോലെയൊന്ന്, ഒരു ജയന്റ് യെല്ലോ കളർ ബാഗും അതിനകത്ത് എന്തോ ഒരു മൂവ്മെന്റും. ഇത് കണ്ട് കുട്ടി ആകെ പേടിച്ചു പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പോലീസുകാർ ഈ
ഈ സ്ഥലത്ത് വന്ന് ബാഗ് താഴെ ഇറക്കി അതിനുള്ളിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. ആ ബാഗിലുള്ള വെള്ളമൊക്കെ മാറ്റി അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു മനുഷ്യ ശരീരമായിരുന്നു. ഒരു മനുഷ്യനെ ഇതുപോലൊരു ബാഗിലാക്കി അതിനുള്ളിൽ വെള്ളം നിറച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ ബാഗ് മൂടിക്കെട്ടി അങ്ങനെ കൊന്നിരിക്കുന്നു. ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഈ വ്യക്തിയും ഇവന്റെ അമ്മയും ഒരു വീട്ടിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ വീടിരിക്കുന്ന സ്ഥലം ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും നഷ്ടപരിഹാര തുക വീട്ടുടമസ്ഥന് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ കൊല്ലപ്പെട്ട വ്യക്തിയും അവന്റെ അമ്മയും താമസിക്കുന്ന വീട് അവന്റെ അമ്മയുടെ പേരിലായിരുന്നു. എന്നാൽ നഷ്ടപരിഹാര തുക കിട്ടാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്തു? ഇവന്റെ അമ്മയുടെ പേരിലുള്ള വീട് ഇവന്റേതാണെന്നുള്ള രേഖകൾ ഉണ്ടാക്കി കള്ളത്തരത്തിൽ പണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അതിനുവേണ്ടി അവൻ അവന്റെ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കുറച്ചുനാൾ അവന്റെ അമ്മ കടത്തിണ്ണകളിലൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. ഇതിനെപ്പറ്റി അവനോട് ചോദിച്ചപ്പോൾ അവനാവട്ടെ, ഞാൻ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യും. ഇനിയിപ്പോ എന്നെ ഉണ്ടാക്കി പോയത് ആ സ്ത്രീക്ക് തെറ്റായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്നെ തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് തന്നെ കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞു. അതായത് വീണ്ടും ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ ഒരു വ്യക്തിയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ആ വ്യക്തിയോട് വെറുപ്പായിരുന്നു. സോ അങ്ങനെയുള്ള ഒരാളെ കൊന്ന് വീണ്ടും ഈ കൊലപാതകി ജനങ്ങളുടെ ഹീറോ ആയി മാറുന്നു. ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഹീറോയിൻ മീനാൻ ഫാങ് മൂവിന്റെ അടുത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് മറ്റൊരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയെ കാണുന്ന മീനാൻ, ഇത് നിങ്ങളുടെ മോളാണോ? നിങ്ങൾക്ക് ഇത്രയും പ്രായമുള്ള മകളുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ, മകളോ? ഇങ്ങേറെ മകളോ? ഞാൻ അങ്ങേറെ ഭാര്യയാണെന്ന് പറയുന്നു ആ പെൺകുട്ടി. അത് കേട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങ് അമ്പരന്ന് പോയി. കാരണം ഈ പെൺകുട്ടിക്ക് കല്യാണ പ്രായം പോലും ആയിട്ടില്ല. അവളെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെൺകുട്ടി. ഇവൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ്. അവൾക്ക് 13 വയസ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ അവളെ ദത്തെടുത്തതാണ്. ഉടനെ ഈ പെൺകുട്ടി, അതിനെന്താ 7 വർഷം കഴിയുമ്പോൾ 20 വയസ്സാവത്തില്ലേ? അന്നേരം ഞാൻ ഇങ്ങനെ കെട്ടും. കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ഹീറോ ദത്തെടുത്ത് വളർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവൾക്ക് ആകെ 13 വയസ്സേ ഉള്ളൂ. പരിസരബോധമൊന്നുമില്ല. ആരോട് എന്ത് സംസാരിക്കണമെന്ന് ഒരു ബോധവും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ ഇവളുടെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. ദെൻ അതെല്ലാം ശേഷം നമ്മുടെ ഹീറോയിൻ രണ്ടാമത് നടന്ന കൊലപാതകത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു. രണ്ടാമത്തെ കൊലപാതകത്തിന് വേണ്ടി യൂസ് ചെയ്ത ആ ബാഗ്, അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വെള്ളം, ആ വെള്ളം വിശദമായി പരിശോധിച്ചപ്പോൾ വെള്ളത്തിന്റെ കൂടെ മറ്റു പല പദാർത്ഥങ്ങളും കലർത്തിയിരിക്കുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചു. അതിനകത്ത് കാൽസ്യം, ഇനോർഗാനിക് സാൾട്ട്, ഗ്ലൂക്കോസ്, ഹോർമോൺസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയോട് വിളിച്ചു പറയുമ്പോൾ, നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? ലിറ്ററലി അവൻ ആ ഒരു ബാഗ് ഒരു ഗർഭപാത്രമാക്കി മാറ്റി. ഒരു സ്ത്രീയുടെ ഗർഭപാത്രം എങ്ങനെയായിരിക്കുമോ അതിലുള്ള പദാർത്ഥങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ആ ബാഗിലുണ്ട്. ഇപ്പൊ കൊല്ലപ്പെട്ടവൻ നേരത്തെ കളിതമാശയ്ക്ക് വേണ്ടി പറയുന്നുണ്ടായിരുന്നല്ലോ അവനെ തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് കയറ്റിയേക്കാം. ഇവിടെ ലിറ്ററലി അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കില്ലർ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് കയറ്റി അവനെ കൊന്നിരിക്കുന്നു. അന്ന് രാത്രി ശക്തമായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ആവട്ടെ ഈ കൊലപാതകം നടന്ന ഈ ബോഡി കണ്ടെത്തിയ സ്ഥലമില്ലേ, ഈ ബാഗിനകത്ത് ഇവനെ ഇങ്ങനെ ഇട്ട് കൊന്നിരുന്ന ആ ഒരു സ്ഥലം, അവിടെ വന്ന് വീണ്ടും അന്വേഷണം നടത്തുന്നുണ്ട്. രാത്രി സമയമാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് തിരിയുന്നതെന്നാൽ മഴയായതുകൊണ്ട് ഇൻ കേസ് തെളിവുകളൊക്കെ നശിച്ചു പോയേക്കാനുള്ള സാധ്യതയുണ്ട്. സോ എന്തെങ്കിലും കാര്യങ്ങൾ അവർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഇതായിരിക്കും ലാസ്റ്റ് ചാൻസ്. ആ ഒരു ഉദ്ദേശത്തിൽ ഇവിടെ വന്ന് തിരച്ചിൽ നടത്തുമ്പോഴാവട്ടെ ദേ നമ്മുടെ ഹീറോയും ഇവിടെ എത്തിയിരിക്കുന്നു. പെട്ടെന്ന് അവനെ ഇവിടെ കണ്ടപ്പോൾ ഇവൾ ആകെ അങ്ങ് പേടിച്ചു പോയി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നിട്ടോ. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഒരു ബ്ലൂ കളർ പൂവൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഒരു ഓർമ്മ പുഷ്പം എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചുപോയവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാതെ സത്യം കണ്ടെത്താനാവില്ല എന്നാണ് അവളുടെ ന്യായം. ഇവിടെ പൂവൊക്കെ വെച്ച് അന്ത്യാഞ്ജലിയൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ദേ അവിടെ ഒരു ഫുട് പ്രിന്റ് ഒക്കെ കണ്ടുപിടിച്ചു. അല്ല ഇത് ഞങ്ങളുടെ ആരുടെയെങ്കിലും ഫുട് പ്രിന്റ് ആണെങ്കിലോ? ഇവിടെ എത്ര പോലീസുകാർ വന്നതാ? ഞങ്ങളെല്ലാം ഇവിടെ വന്നതല്ലേ? ഇത് കണ്ടില്ലേ, മണ്ണിലേക്ക് ഈ ഫുട് പ്രിന്റ് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇത് കൊലപാതകയുടെ ഫുട് പ്രിന്റ് തന്നെയാണ്. ഈ മണ്ണിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഫുട് പ്രിന്റ്സ് ഇവിടെ പതിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഇത് ആ കൊലപാതകയുടെ തന്നെയാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതുപോലെയുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സമയം മറ്റാരോ ഇങ്ങോട്ട് വരുന്ന ശബ്ദം ഇവർ കേട്ട് ഇവരവിടെ ഒളിച്ചു നിൽക്കും. ഇങ്ങോട്ട് വരുന്ന വ്യക്തിയുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അയാൾ തോക്കൊക്കെ ചൂണ്ടി ഇവിടെ മറ്റാരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിലോ ഹീറോയിന്റെ കയ്യിലോ ഗൺസ് ഒന്നുമില്ല. ആകെയും പോകെ ഒരു കുട മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. കുടയെങ്കിൽ കുട ഇത് വെച്ച് അറ്റാക്ക് ചെയ്യാന്നുള്ള പ്ലാനിൽ ഹീറോ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നു. ഗണ്ണ് ചൂണ്ടിക്കൊണ്ട് വരുന്ന വ്യക്തി ഉള്ളിലേക്ക് കയറി വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങോട്ട് വന്ന വ്യക്തി നമ്മുടെ ഹീറോയിനെ കേസ് ഏൽപ്പിച്ച പോലീസ് ക്യാപ്റ്റനാണ്, നമ്മുടെ ഹീറോയുടെ സുഹൃത്ത്. നമ്മുടെ ഹീറോ അങ്ങേരെ കുട കൊണ്ട് അടിക്കാൻ പോയപ്പോൾ അങ്ങേര് പുറകോട്ട് ചാടി ചവിട്ടിയതാവട്ടെ ഇവര് നോക്കി വെച്ചിരുന്ന ഒരു ഫുട് പ്രിന്റിലും. സബാഷ്. അങ്ങനെ ആകെ പോകെയുള്ള ഒരേ ഒരു തെളിവ് നഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നല്ലേ? നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണല്ലോ, എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പുള്ളിക്കാരനും ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നല്ല ടൈമിംഗ്. വന്ന ആകെ പോകെയുള്ള തെളിവ് നശിപ്പിച്ചു വെച്ചു. ദെൻ ഇവര് മൂന്നാൾ ഇവിടുന്ന് തിരികെ പോകുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ കുറെ സംശയങ്ങൾ ഇവരോട് പറയുന്നുണ്ട്. അതായത് നേരത്തെ നടന്ന ആ ഒരു കണക്ക് മനുഷ്യന്റെ കൊലപാതകവും ഈ വാട്ടർ ബാഗ് കൊലപാതകവും ഇതിന്റെ രണ്ടിന്റെയും പുറകിൽ ഒരാൾ തന്നെയാണോ എന്ന് പുള്ളിക്കാരന് സംശയം. ഈ രണ്ട് കേസുകൾ മാത്രമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലീ എന്നൊരു വ്യക്തിയുടെ തിരോധാനത്തിന്റെ ഒരു കേസുണ്ട്. ആ കേസിന്റെ പുറകിലും ഇതേ ആൾ തന്നെയാണോ എന്നുള്ള സംശയം അവൻ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഈ 3 കേസുകൾ തമ്മിൽ എന്തോ ഒരു അസാധാരണമായ സാമ്യമുള്ളതുപോലെ തോന്നുന്നില്ലേ? അതായത് പൊതുജനം മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രമാണ് അവൻ തേടി പിടിച്ച് കൊല്ലുന്നത്. ഇതേ സംശയം നമ്മുടെ ഹീറോയ്ക്കുമുണ്ട്. ഇത് 3 ഒരാൾ തന്നെയാണ് ചെയ്തതെന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും 3 കേസിന്റെയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ 3 കേസും ചെയ്തിട്ടുള്ള രീതികൾ വെച്ച് ഒരാളുടെ തന്നെ പണിയാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ അതെല്ലാം ശേഷം നമ്മുടെ ഹീറോ തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ അവന്റെ മകൾ അക്വേറിയത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ ഹീറോയുടെ ഭാര്യയാണെന്ന് ആളുകളോടൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവൻ ദത്തെടുത്ത ഈ പെൺകുട്ടി. നിങ്ങളിത് എന്തുദ്ദേശിച്ചാ? രാത്രിയിൽ എവിടെ പോവാണെന്ന് പോലും പറയാതെ ഇറങ്ങി പോകുന്നു. അതും ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുന്ന കേസിൽ സഹായിക്കാനായിട്ട്. അല്ല അതിനിപ്പോ എന്തായാലും ഞാനൊരു പോലീസുകാരനല്ലേ? അയ്യോ അങ്ങനാണല്ലേ? നിങ്ങൾ ആ പെണ്ണിന്റെ പുറകെ നടക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവള് സുന്ദരിയൊക്കെയാണ്, പക്ഷെ എന്തോ വശപ്പിശകൊണ്ട്. നിങ്ങൾ കെട്ടുവാണെങ്കിൽ എന്നെ മാത്രമേ നിങ്ങൾ കെട്ടൂ. ദേ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി സംസാരിച്ചുകൊണ്ട് വരരുത്. ഏതെങ്കിലും
ഏതെങ്കിലുമൊക്കെ ഊള സീരിയലും കണ്ടിട്ട് അതിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് ഇറങ്ങിക്കോളും. ഇവിടെ ഇങ്ങനെ അധികം കളിച്ചോണ്ട് നിൽക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇതേ സമയം തന്നെ നമ്മുടെ പോലീസ് ക്യാപ്റ്റനും നമ്മുടെ ഹീറോയെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അവർ രണ്ടാളും ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ നീനാൻ പോലീസ് ക്യാപ്റ്റനോട് നമ്മുടെ ഹീറോ ദത്തെടുത്ത ആ കുട്ടിയെ പറ്റി ചോദിക്കുന്നു. അതിനെപ്പറ്റി നിന്നോട് അവനൊന്നും പറഞ്ഞു കാണത്തില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലീ ഇ എന്നൊരാൾ ഒരു കൊച്ചു കുട്ടിയെ റേപ്പ് ചെയ്തു. അന്ന് ആ കേസ് അന്വേഷിച്ചത് ഞാനും അവനും കൂടെ ആയിരുന്നു. ഞങ്ങൾക്ക് ലീയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കേസ് 1 വർഷത്തോളം നീണ്ടുപോയി. അവൻ കുറ്റം ചെയ്തതെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യം ഉണ്ടായില്ല. ലീയുടെ കുടുംബം ആ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന് പണം കൊടുത്ത് കേസ് ഒതുക്കി. നിനക്ക് ആ പെൺകുട്ടിയുടെ പേരറിയില്ലേ? ലോ എഫാൻ. കോടതി ലീയെ വെറുതെ വിട്ടു. എന്നാൽ അത് എഫാന്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. തന്റെ ഭർത്താവ് തന്നെ, തന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ആ വിഷമവും സങ്കടവും ഒക്കെ കാരണം അവരുടെ മാനസിക നില തെറ്റി അവർക്ക് ഭ്രാന്തായി. ഡിപ്രഷനിലായ യഫാൻ 2 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെയാണ് ഫാങ്മു യഫാനെ ദത്തെടുക്കുന്നത്. ആദ്യം യഫാൻ അതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലും വലുതാകുമ്പോൾ അവളെ കെട്ടിക്കോളാമെന്ന് ഫാങ്മു പറഞ്ഞു. അതീ പിന്നെ ആ കൊച്ചെപ്പോഴും ഫാങ്മുവിനെ അവളുടെ ഭർത്താവായിട്ടാണ് കാണുന്നത്. എല്ലാവരോടും അവൻ തന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാണ്. ഇതെല്ലാം കേൾക്കുന്ന മീനാന് നമ്മുടെ ഹീറോയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നുണ്ട്. ആരുമില്ലാത്തൊരു കൊച്ചു പെൺകുട്ടിയെ, ഇരയായ ഒരു കൊച്ചു പെൺകുട്ടിയെ വളർത്താൻ അവൻ കാണിച്ച മനസ്സ്, ദത്തെടുത്ത് വളർത്താൻ അവൻ കാണിച്ച മനസ്സ് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കേസൊക്കെ അവസാനിച്ചു. ലീ പുറത്തിറങ്ങി. പക്ഷെ പുറത്തിറങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവനെ കാണാതായി. അവൻ എവിടെ പോയെന്നോ ആരാണ് അവനെ കടത്തിക്കൊണ്ട് പോയതെന്നോ ഒന്നും അറിയില്ല. യഫാൻ കേസിന്റെ അന്വേഷണ ചുമതല പ്രധാനമായും ഫാങ്മുനായിരുന്നത്. ഫാങ്മു ആയിരിക്കും അവനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് എല്ലാവരും കരുതി. ആ വിഷയം ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു. ലൈക്ക് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ഒരുത്തിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അത് ആരാണ് ചെയ്തതെന്ന് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലെങ്കിലും ഒരു തെളിവും ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും അത് ഫാങ്മു ആണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ഇത് ഫാങ്മുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. തെളിവുകളൊന്നുമില്ലെങ്കിലും താനാണ് ലീയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ജനങ്ങളെല്ലാം വിശ്വസിക്കാൻ തുടങ്ങിയതോടെ കാര്യങ്ങളൊക്കെ തകിടം മറി. അദ്ദേഹത്തിനും ആ ഒരു പ്രഷറൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതിനെയൊക്കെ തുടർന്നാണ് അദ്ദേഹം നോർമൽ സിവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയത്. ഇതാണ് നമ്മുടെ ഹീറോയുടെ പാസ്റ്റ്. പോലീസ് ആയിരുന്ന അവൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി പോകാനുള്ള കാരണം ഇതാണ്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കുറെ നാളായിട്ടും ഇതുവരെയും ലീയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? അങ്ങനെയാണെങ്കിൽ ആരാണ് അവനെ തട്ടിക്കൊണ്ടുപോയത്? ലീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ അവൻ മരിച്ചുപോയോ? അങ്ങനെ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ. അവിടെ കട്ടായാൽ അടുത്ത സീനിൽ തന്റെ അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനെയാണ് നമ്മൾ കാണുന്നത്. ആ പുള്ളിക്കാരനൊന്ന് മൂട് പിടിച്ചൊന്ന് സുഖിച്ചങ്ങോട്ട് വന്നപ്പോഴേക്കും പെട്ടെന്ന് കറണ്ട് പോയി. ഇതെന്ത് പരിപാടിയാണിത്? അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പുള്ളിക്കാരൻ പുറത്തേക്ക് വരുന്നു. അന്നേരം തന്നെ ആരോ ഒരാൾ അയാളുടെ പുറകിൽ നിന്ന് വന്ന് അയാളെ പിടിച്ച് ബോധം കെടുത്തി. ബോധം പോയ പുള്ളിക്കാരൻ കുറച്ച് സമയം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അങ്ങേരുടെ കൈയും കാലും ഒക്കെ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നു. ഇയാളെ ബോധം കെടുത്തിയ പുള്ളിക്കാരനാവട്ടെ അയാളുടെ അപ്പാർട്ട്മെന്റ് മുഴുവൻ മണ്ണെണ്ണ പോലെയുള്ള തീ കത്തിക്കാൻ യൂസ് ചെയ്യുന്ന ദ്രാവകങ്ങൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ കേർട്ടൻ തുറന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിംഗിൽ മുമ്പ് തീ കത്തി നശിച്ചു കിടക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് കാണിച്ചിട്ട് ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന അവളെ നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഈ പുള്ളിക്കാരൻ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ അപ്പുറത്തെ ബിൽഡിംഗിൽ ഇവന്റെ ബിൽഡിംഗിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന ആ ഒരു ബിൽഡിംഗിൽ തീപിടുത്തം ഉണ്ടായി. ആ ബിൽഡിംഗിലെ ആ പെർട്ടിക്കുലർ ഫ്ലോറിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഇങ്ങോട്ട് പുറപ്പെട്ടു. എന്നാൽ ഫയർഫോഴ്സ് ഈ ബിൽഡിംഗിന്റെ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. കാരണം വഴി തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാർ പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ കാറിന്റെ ഉടമയാണ് വൂഷായോ. ഇപ്പൊ ഈ കയ്യും കാലും ഒക്കെ ടേപ്പ് കൊണ്ട് ചുറ്റപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഈ പുള്ളിക്കാരനില്ലേ ഇങ്ങേര്, ആ അപ്പാർട്ട്മെന്റിൽ ജീവിച്ചിരുന്ന സ്ത്രീ ജീവന് വേണ്ടി പോരാടുന്ന സമയത്ത് ഇങ്ങേരുടെ കാർ റോഡിന് തടസ്സമായി കിടന്നതുകൊണ്ട് മാത്രം ഫയർഫോഴ്സിന് ഉള്ളിൽ വരാൻ സാധിച്ചില്ല. ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥയിലായി, ആരെ കൊണ്ടും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ആ സ്ത്രീ. ആ സ്ത്രീയുടെ മരണത്തിന് കാരണം ആരാണ്? ഈ വൂഷായോ. ഫയർഫോഴ്സ് ആ സ്ത്രീയെ രക്ഷിക്കാൻ വന്ന സമയത്ത് ഇങ്ങേരുടെ കാർ റോഡിന് തടസ്സമായിട്ട് ഇട്ടിട്ട് ഇങ്ങേര് കുടിച്ച് ലെക്ക് കേട്ട് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇവൻ കുടിച്ച് ബോധമില്ലാതെ കിടന്നത് കാരണമാണ് ആ പെൺകുട്ടി മരിച്ചത്. അല്ലായിരുന്നെങ്കിൽ അവളെ രക്ഷിക്കാൻ പറ്റിയേനെയും എന്നൊക്കെ ഉള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവും ട്രെൻഡിങ് ആയിരുന്നു. ഓഫ് കോഴ്സ് ജനങ്ങളെല്ലാവരും ഇയാളെ കരിവാരിത്തേക്കാൻ തുടങ്ങി. ഇപ്പോൾ മുമ്പ് 2 കൊലപാതകങ്ങൾ ചെയ്ത അതേ കില്ലർ, ജനങ്ങൾ മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ തേടി പിടിച്ചു കൊല്ലുന്ന അതേ കില്ലർ ഇങ്ങേരുടെ അടുത്തും വന്ന് ഇയാളുടെ കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാത്ത രീതിയിൽ ടേപ്പ് ഉപയോഗിച്ച് അയാളെ മുഴുവനായിട്ട് പൊതിഞ്ഞ് കെട്ടി എന്നിട്ട് ഫയർഫോഴ്സിനെ വിളിച്ച് ഈ പുള്ളിക്കാരന്റെ ചെവിയിൽ ഫോൺ വെച്ച് കൊടുത്തിട്ട് നിന്റെ ഈ അപ്പാർട്ട്മെന്റിൽ തീ പടർന്നു, അവരോട് നിന്നെ വന്ന് രക്ഷിക്കാൻ പറ എന്ന് പറയുന്നു. ഇങ്ങേരും ഈ കില്ലർ പറഞ്ഞ പോലെ തന്നെ ഫയർഫോഴ്സിനോട് തന്റെ അപ്പാർട്ട്മെന്റിൽ തീ പടർന്നു എന്ന് ഇൻഫോം ചെയ്യുന്നു. ഉടനെ ആ കില്ലറും അവന്റെ അപ്പാർട്ട്മെന്റിൽ തീ ഇട്ടിട്ട് അവിടുന്ന് മാറി. ഫയർഫോഴ്സ് അവനെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും വഴിക്ക് തടസ്സമായിട്ടൊരു കാർ കിടക്കുന്നുണ്ട്. ഇത്തവണയും പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പുള്ളിക്കാരന്റെ തന്നെ കാറാണ്. എന്നാൽ ഇത്തവണ ആ കാർ അവിടെ അങ്ങനെ ആ ഒരു രീതിയിൽ പാർക്ക് ചെയ്തത് കില്ലറാണെന്ന് മാത്രം. അങ്ങനെ തുടർച്ചയായിട്ട് 3 കൊലപാതകങ്ങളാണ് കില്ലർ ചെയ്തിരിക്കുന്നത്. ഈ കേസിനെ പറ്റി വിശദമായി അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഹീറോയുടെ കൂടെ സഹായത്തോടെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഫാങ്മു പറയുന്നത് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സിറ്റിയിൽ മിനിമം 10 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നാണ്. കാരണം അവൻ ക്രൈം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന മാർഗമായിക്കോട്ടെ, സമയമായിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, ഇതെല്ലാം പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്ത് അവന് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ യാതൊരു തടസ്സവും അവൻ ഉണ്ടാവാത്ത രീതിയിലാണ് അവൻ ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ നഗരത്തിനെ പറ്റി നല്ല വ്യക്തമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും നഗരത്തിൽ പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ നഗരത്തിലുള്ള ഒരാൾ തന്നെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത്. കൊലപാതകം ഒരു പുരുഷനാവാം, സമൂഹത്തിലെ നിലയും വിലയുമുള്ള ഒരാളാവാം,
നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയാവാം. അവൻ ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ജോലിക്ക് ഒരു പെർട്ടിക്കുലർ ടൈം അറേഞ്ച്മെന്റ് കാണത്തില്ല. അവന്റെ സമയം അനുസരിച്ച് അവൻ എല്ലാ കാര്യവും മാറ്റി മാറ്റി പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഇപ്പൊ നടന്ന ഈ കൊലപാതകങ്ങൾ ഇതൊന്നും ആയിരിക്കില്ല അവന്റെ യഥാർത്ഥ ലക്ഷ്യം. അവന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള ജനങ്ങൾക്കെല്ലാം വിരോധം തോന്നിയിട്ടുള്ള വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കണം. അയാളായിരിക്കും അവന്റെ അടുത്ത ടാർഗറ്റ്. തുടർന്ന് ഈ കേസ് അന്വേഷണത്തിൽ മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ ഹീറോ അവസാനമായിട്ട് നടന്ന ആ ഒരു ക്രൈം നടക്കാൻ കാരണമായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് ബിൽഡിങ്ങിനുള്ളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കി കിടന്ന ആ ഒരു വെഹിക്കിളിൽ ചെന്ന് നമ്മുടെ ഹീറോ പരിശോധിക്കുന്നു. വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ചെയ്ത് നോക്കുമ്പോഴാണ് ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് ചെന്ന് പതിക്കുന്നിടത്ത് എന്തോ ഒരു തടസ്സമുള്ള പോലെ. അതെന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റിൽ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ കണക്ക് സാറിന്റെ കൊലപാതകം നടന്ന ക്ലാസ് റൂമിലെ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന കണക്കിൽ കുറച്ച് ഡിജിറ്റ്സ് നമ്പേഴ്സും ഒക്കെ റീറൈറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് ഹീറോ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ റീറൈറ്റ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സും ഡിജിറ്റ്സും എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അവന് വീണ്ടും ഒരു കോഡ് കിട്ടുന്നു. ദെൻ രണ്ടാമത്തെ ക്രൈം, ആ വാട്ടർ ബാഗ് ക്രൈമിന്റെ അവിടെ ചെന്ന് വാട്ടർ ബാഗിൽ വിശദമായിട്ട് പരിശോധിക്കുമ്പോഴാവട്ടെ അതിലും ഒരു നമ്പർ എഴുതി വെച്ചു. ഇങ്ങനെ ഇപ്പോൾ ഇവർക്ക് തെളിവായിട്ട് കിട്ടിയിരിക്കുന്നത് 3 നമ്പേഴ്സ് ആണ്. ഇത് 3ഉം നമ്മുടെ ഹീറോ ഫാങ് മൂവുമായിട്ട് കണക്ട് ആവുന്നു. അതിലൊരെണ്ണം നമ്മുടെ ഹീറോയുടെ പോലീസ് അക്കാദമിയിലെ നമ്പർ, മറ്റൊന്ന് ഹീറോ ദത്തെടുത്ത് വളർത്തുന്ന ലോ എഫാന്റെ കേസ് നമ്പർ, അവളെ റേപ്പ് ചെയ്ത ആ ഒരു കേസിലെ കേസ് നമ്പർ, മൂന്നാമത്തേത് നമ്മുടെ ഹീറോയുടെ സ്കൂളിലെ അവന്റെ ക്ലാസ് നമ്പറും. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം, കൊലപാതകി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹീറോയെ തന്നെയാണ്. അതിനുശേഷം പോലീസുകാർ ഓൺലൈൻ മീഡിയാസിൽ റീസെന്റ് ട്രെൻഡിംഗ് ആയിട്ടുള്ള വിഷയങ്ങളെ പറ്റി വിശദമായിട്ട് പരിശോധിച്ച് വരുവാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലൈഫ് ഓഫ് ദ സിറ്റി എന്നൊരു അക്കൗണ്ടിൽ ഒരു പോൾ ഒരാൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. ആരാണ് ഈ ലൈഫ് ഓഫ് ദ സിറ്റി എന്നുള്ള കാര്യം അറിയില്ല. അത് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ആളിട്ടിരിക്കുന്ന പോള് റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ജനങ്ങളൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ്. മുമ്പൊരിക്കൽ യു എന്നൊരു സ്ത്രീ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയം തല കറങ്ങി വീണു. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ആംബുലൻസിനെ കോൺടാക്ട് ചെയ്ത് തല കറങ്ങി വീണ ആ സ്ത്രീയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു. സഹായിക്കണമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ കഷ്ടകാലത്തിന് ആ പെൺകുട്ടിക്ക് അന്നേരം വിളിക്കാൻ തോന്നിയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആംബുലൻസ് ആയിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ പരിപാടി അറിയാലോ, ടാൽ പണമാണ്. കൃത്യസമയത്ത് ഈ പെൺകുട്ടി ഇടപെട്ട് അവരെ ഹോസ്പിറ്റലിലാക്കിയത് കൊണ്ട് ആ മയങ്ങി വീണ സ്ത്രീക്ക് പ്രശ്നമൊന്നുമില്ലാതെ പുള്ളിക്കാരിക്ക് ഓക്കെ ആയി. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചിലവ് താങ്ങാൻ ആ കുടുംബത്തിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ആ മയങ്ങി വീണ സ്ത്രീയുടെ കുടുംബം എന്ത് ചെയ്തെന്നോ ആ സ്ത്രീയെ സഹായിച്ച ആംബുലൻസിനെ കോൺടാക്ട് ചെയ്ത് ഈ പെൺകുട്ടിയിലെ ഇവൾക്കെതിരെ കേസ് കൊടുത്തു. അവിടുത്തെ ഹോസ്പിറ്റൽ ചിലവ് ആ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ചിലവ് ഈ പെൺകുട്ടി വഹിക്കണമെന്ന് കേസ് കോടതിയിലെത്തി. അത്യാവശ്യം നല്ലൊരു വക്കീലിനെ വെച്ച് ആ കുടുംബം ബാധിച്ചു. അങ്ങനെ ആ സ്ത്രീയെ സഹായിക്കാൻ പോയിരുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ പെൺകുട്ടി ആ സ്ത്രീയുടെ ഹോസ്പിറ്റൽ ചിലവിന്റെ 40% വഹിക്കണമെന്ന് കോടതി ഉത്തരവ് വന്നു. വിധി വന്ന ശേഷം പെൺകുട്ടിയോട് മാധ്യമങ്ങൾ ഇനിയും നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ഇനി ഞാൻ ഒരാളെയും സഹായിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ ഡിസ്കഷൻസിന് കാരണമായി. ഈ കേസിൽ ഈ പെൺകുട്ടിക്കെതിരെ ബാധിച്ച വക്കീലിനെതിരെ പോലും സൈബർ ബുള്ളിംഗ് അടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് റീസെന്റ് സിറ്റിയിൽ നടന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കഷൻസിന് കാരണമായ ഒരു സംഭവം. മോസ്റ്റ് പ്രോബബ്ലി കില്ലറിന്റെ അടുത്ത ടാർഗറ്റ് ഈ വക്കീലായിരിക്കണം. ഇപ്പോൾ ലൈഫ് ഓഫ് ദ സിറ്റി എന്ന അക്കൗണ്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളാണ് ക്രിയേറ്റ് ആയി. ഒരുപാട് ജനങ്ങൾ ഈ വക്കീലിനെതിരെ ആ പോളിന് താഴെ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഈ ലൈഫ് ഓഫ് ദ സിറ്റി എന്ന അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണെങ്കിലോ അയാളുടെ അടുത്ത ടാർഗറ്റ് ഈ വക്കീലായിരിക്കുമോ എന്നൊക്കെ കരുതി പോലീസ് മുൻകരുതൽ സ്വീകരിക്കുന്നു. പോലീസ് വക്കീലിനെ കസ്റ്റഡിയിൽ എടുക്കാം, അതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന് നല്ലത് എന്നുള്ള മട്ടിൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ വക്കീൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സാർ എന്നെ കസ്റ്റഡിയിൽ എടുക്കൂ സാർ, എനിക്ക് പ്രൊട്ടക്ഷൻ തരൂ സാർ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻസ് ഒക്കെ കണ്ട് പുള്ളിക്കാരൻ ആകെ മൊത്തം പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആ സീരിയൽ കില്ലറിന്റെ അടുത്ത ലക്ഷ്യം താനാണ്, തന്നെ തേടി അവൻ വരും, അവന് ഭ്രാന്താണ്, അവൻ മെന്റൽ കേസാണ്, അവനെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വൻ സീൻ. അങ്ങനെ പോലീസുകാർ വക്കീലിനെ സുരക്ഷിതമായ ഒരു ഹോട്ടലിലേക്ക് മാറ്റുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ ഹീറോയുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആളുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് അതിൽ എത്ര പേര് ഇപ്പോൾ ഈ നാട്ടിലുണ്ടെന്നുള്ള ലിസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് അവന് കൊണ്ട് കൊടുക്കുന്നു. ഹീറോയുടെ കൂടെ സ്കൂളിൽ പഠിച്ച ആരോ ഒരാളാണ് ഈ കൊലപാതകം ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് ഒരു സംശയം. കാരണം ഈ കില്ലറിന് ഹീറോയുടെ സ്കൂളിലെ ക്ലാസ് നമ്പർ അറിയാം, അവന്റെ പോലീസ് അക്കാദമിയിലെ നമ്പർ അറിയാം. അതേപോലെ ഹീറോയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച പോലീസിൽ നിന്ന് അവൻ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോകാൻ കാരണമായ ആ ഒരു യുവാൻ കേസ് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി തന്റെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കും, അതും ഈ നാട്ടിൽ ഇപ്പോൾ ജീവിക്കുന്ന കുറെ വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ ജീവിച്ചു വരുന്ന ആരെങ്കിലും ആയിരിക്കും ഈ കൊലപാതകം ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് ഒരു സംശയം. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ വക്കീലിനെ ഒരു ഹോട്ടലിലാക്കിയിട്ട് ഹീറോയുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഇപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളെ നേരിട്ട് കാണാനായിട്ട് പോകുന്നു. അങ്ങനെ ഹീറോയുടെ കൂടെ പഠിച്ച ഓരോരോ ആളുകളെയായിട്ട് ഹീറോ പോയി മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു പകൽ മുഴുവൻ അന്വേഷിച്ചു. രാത്രിയായപ്പോഴും ജാങ് യാ എന്ന ഇവന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഹീറോ എത്തിയിട്ടേ ഉള്ളൂ. അങ്ങോട്ട് ചെന്ന് ഷട്ടർ തട്ടുമ്പോഴാണ് മറ്റൊരു രസം. നമ്മുടെ ഹീറോ ദത്തെടുത്ത് വളർത്തുന്ന ആ പെണ്ണില്ലേ, ആ പുള്ളിക്കാരി ഇതിനകത്തും സംസാരിക്കുന്നു. ഷട്ടർ തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് ഫുൾ ഒരു അക്വേറിയം സെറ്റപ്പ് ആണ്. ഈ പെങ്കൊച്ചനാണെങ്കിൽ മീനുകളെ ഭയങ്കര ഇഷ്ടവും. നീ എന്താ ഇവിടെ, അതും ഈ രാത്രി സമയത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു ഹീറോ. എന്താ എനിക്ക് ഇവിടെ വരാൻ പാടില്ലേ, ഞാൻ എന്റെ ഹോംവർക്ക് ഒക്കെ ഫിനിഷ് ചെയ്തു, വെറുതെ ഇരിക്കുവാണ്, അപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഞാൻ ഇടയ്ക്കിടെ വരാറുള്ളതാണ്, ഇവിടുന്നാണ് ഞാൻ അക്വേറിയവും മീനും ഒക്കെ വാങ്ങുന്നത്. ഈ അക്വേറിയത്തിന്റെ ഒക്കെ ഓണർ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിയാങ് യായാണെന്ന് ഹീറോയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഹീറോ അവനെ തിരക്കി മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴാവട്ടെ ഒരു കൊച്ചു പയ്യൻ അവന്റെ കയ്യിൽ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിയൊക്കെ എടുത്തോണ്ട് വരുന്നു. ഈ അക്വേറിയങ്ങളിലുള്ള എന്തോ ഒരു തരത്തിലുള്ള മീൻ ഏതാണ്ടാണ്. ഇത് കാണുന്ന ഹീറോ പെട്ടെന്ന് ആ പയ്യന്റെ കയ്യിൽ നിന്ന് അതിനെ തട്ടിക്കളഞ്ഞിട്ട് അതിനൊന്നും പിടിക്കരുത്, അത് വിഷമാണ്. ഹീറോ ഇങ്ങനെ ചെയ്തത് ആ പയ്യൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവനൊരുമാതിരി ദേഷ്യത്തോടെയും വിഷമത്തോടെയും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ദത്തെടുത്ത് വളർത്തുന്ന യഫാൻ ആ പയ്യനെ ആശ്വസിപ്പിക്കുന്നു. ഈ പയ്യന്റെ പേര് എർബോ. ഈ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, മെന്റലി സ്റ്റേബിൾ അല്ലാത്തൊരു കുട്ടിയാണ്. മാത്രമല്ല ഈ പയ്യന്റെ കയ്യിലെ വിരലുകൾ അത് സെപ്പറേറ്റഡ് അല്ല, 2-3 വിരലുകൾ ഇങ്ങനെ കൂടി ചേർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ തന്റെ ഫ്രണ്ടിനെ തിരക്കി ഇങ്ങോട്ട് വന്ന ഹീറോ
ഹീറോ അവന്റെ ഫ്രണ്ടിനെ കാണുന്നതിന് മുമ്പ് തന്നെ അവനൊരു ഫോൺ വരുന്നു. അതിൽ പറയുന്നത് കൊലപാതകിയുടെ യഥാർത്ഥ ലക്ഷ്യം ഇവർ കരുതിയ പോലെ വക്കീലല്ല, വക്കീലിന് കേസ് കൊടുത്ത ആ ഒരു സ്ത്രീയാണ്. ഏത് ബസ് സ്റ്റോപ്പിൽ വെച്ച് മയങ്ങി വീണ് ശേഷം ആ പെൺകുട്ടി ആംബുലൻസിനെ വിളിച്ച് ഹോസ്പിറ്റലിലാക്കിയ ആ ഒരു സ്ത്രീ ഇല്ലേ, ആ സ്ത്രീയെയാണ് കൊലപാതകി കൊല്ലാൻ പോകുന്നത്. കാരണം അവരാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. ഈ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുത്തത് അവരാണല്ലോ. അതുകൊണ്ട് ആ സ്ത്രീയെ സംരക്ഷിക്കണം, എത്രയും വേഗം ആ സ്ത്രീ എവിടെയാണെന്ന് കണ്ടെത്തണമെന്നുള്ള രീതിയിൽ ഇൻഫോർമേഷൻ വരുന്നു. ഇതേ തുടർന്ന് പോലീസുകാർ ഹോട്ടലിലാക്കിയ നമ്മുടെ വക്കീലിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്ന പോലീസുകാർ ഉൾപ്പെടെ കുറെ പോലീസുകാർ ആ സ്ത്രീയെ കണ്ടുപിടിക്കാനായിട്ട്, ആ സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോകുന്നു. പോലീസിന് കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം ആ സ്ത്രീയുള്ള സ്ഥലത്ത് ബോംബ് കണ്ടെത്തിയെന്നാണ്. അപ്പോൾ കില്ലർ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കാണും. ആ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ എത്രയും വേഗം കില്ലറിനെ പിടിക്കാൻ പറ്റുന്നുള്ള ഉദ്ദേശത്തിൽ പോലീസൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു പോലീസ് ഗ്രൂപ്പിന്റെ, ആ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോലീസ് ഗ്രൂപ്പിന്റെ ചീഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ഇത് കില്ലറിന്റെ ഒരു ട്രിക്ക് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ ഉദ്ദേശം വക്കീലിനെ തന്നെ പിടിക്കാനാണ്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോലീസ് ചീഫ് അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. പോലീസ് ചീഫും ബോംബ് സ്ക്വാഡും ഒക്കെ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവിടെ വെച്ചിരിക്കുന്ന ബോംബ് എങ്ങനെയെങ്കിലും നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സ്ത്രീ അലറി വിളിച്ച് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തു, ആ പെൺകുട്ടിയെ ഞാൻ ചതിക്കുമായിരുന്നു, എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ ഞാൻ ഉപദ്രവിച്ചു എന്നൊക്കെ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഇവരിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി ആ പെങ്കൊച്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന പൈസ എല്ലാം വാങ്ങിയെടുത്ത് തങ്ങളെ പറ്റി മാത്രം ചിന്തിച്ച് സമൂഹത്തിനൊരു റോങ് ആയിട്ടുള്ള ആശയം കൊടുത്തൊരു കുടുംബമാണ്. അന്ന് അങ്ങനെ ഉണ്ടായത് കാരണം ഇത്രയും നാൾ കഴിഞ്ഞ് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി. എന്നിട്ട് ഇപ്പോൾ വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും അവിടെ എത്തിയ പോലീസുകാർ അവിടെ വെച്ചിരുന്ന ബോംബൊക്കെ നിർവീര്യമാക്കുന്നുണ്ട്. എന്നാൽ ആ ബോംബിന്റെ പവറിനെ പറ്റി നമ്മുടെ ഹീറോ തിരക്കുമ്പോഴാവട്ടെ ഒന്ന് തീ പിടിപ്പിക്കാൻ മാത്രം കഴിയുന്ന, ഒരു പൊട്ടിത്തെറി പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത അത്രത്തോളം പവർലെസ് ആയിട്ടുള്ള ഒരു ബോംബാണത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കില്ലറിന്റെ ഉദ്ദേശം വക്കീൽ തന്നെയായിരുന്നു. ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കില്ലർ ഇവിടെ ഈ ബോംബ് സെറ്റ് ചെയ്തത്. ഉടനെ പോലീസ് എല്ലാവരും വക്കീലിനെ സേഫ് ആയിട്ട് പാർപ്പിച്ചിരുന്ന ആ ഒരു ഹോട്ടലിലേക്ക് പോകും. എന്നാൽ അവിടെ വക്കീലിനെ കാണുന്നില്ല. അവിടെ വളരെ കുറച്ച് പോലീസുകാർ മാത്രം കാവലിനുണ്ടായിരുന്നു. ഈ പോലീസുകാർ എന്ന് നോക്കുമ്പോൾ വക്കീൽ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കുറച്ചു നേരം മുമ്പ് വലിയ ബഹളമൊക്കെ നടന്ന് പോലീസുകാരൊക്കെ ആ ഒരു സ്ത്രീയുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്ത്രീയാണ് ഇവന്റെ ലക്ഷ്യം, കില്ലറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അത് കണ്ട് വക്കീൽ ആകെ പോലെ അങ്ങ് പേടിച്ചിരുന്നു. ഇവിടെയുള്ള പോലീസുകാർ മുഴുവൻ പോവാണോ, താൻ ഇവിടെ പെട്ടുപോകുമോ എന്നുള്ള പേടി കൊണ്ട് അങ്ങനെ എങ്ങോട്ടോ ഇറങ്ങി ഓടി. ഇനിയിപ്പോ എങ്ങനെ അവനെ കണ്ടുപിടിക്കും? വക്കീലിനെ എങ്ങോട്ടായിരിക്കും അവൻ കൊണ്ടുപോയിട്ടുണ്ടാവുക? അതോ ഇനിയിപ്പോ വക്കീൽ അവന്റെ പിടിയിൽ പെട്ടിട്ടുണ്ടാവത്തില്ലേ? ഒന്നും അറിയാത്ത നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ലൈഫ് ഓഫ് ദി സിറ്റി എന്ന് പറയുന്ന അക്കൗണ്ട് എവിടുന്നാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇപ്പോൾ പോലും ആ അക്കൗണ്ടിൽ പുതിയൊരു പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നു. ആ പോളിലും ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന ലൊക്കേഷനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നത് നമ്മുടെ ഹീറോയും ബാക്കി പോലീസുകാരും എല്ലാം ആ ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ്. ആദ്യം ആ ലൊക്കേഷനിൽ എത്തുന്നത് നമ്മുടെ ഹീറോ ആണ്. നമ്മുടെ ഹീറോ അകത്ത് കയറി ചെന്ന് ബാക്കി പോലീസുകാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വക്കീലിനെ കണ്ടുപിടിക്കുന്നുണ്ട്. വക്കീലിന്റെ ശരീരത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എക്സ്പ്ലോസീവ്സ് ഒക്കെ കണക്ട് ചെയ്ത് അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. വക്കീലിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൽ കുറെ നമ്പേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്തുമാത്രം ആളുകൾ ഇതുവരെ പോളിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഈ പോളിൽ എപ്പോഴാണോ 1,00,000 വോട്ട്സ് ക്രോസ് ആവുന്നത് ആ സമയം ഈ സിസ്റ്റത്തിലും 1,00,000 കാണിക്കും. അന്നേരം തന്നെ ബോംബ് ബ്ലാസ്റ്റ് ആകും, വക്കീൽ മരിക്കും. അതിനുമുമ്പ് എങ്ങനെയെങ്കിലും വക്കീലിനെ രക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹീറോ ബോംബ് സ്ക്വാഡിനെയൊക്കെ ഇൻഫോം ചെയ്യുന്നു. ബാക്കി പോലീസുകാരും ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വക്കീലിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കില്ലർ കാണുന്നുണ്ട്. അവൻ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ലാപ്പിന്റെ ക്യാമറയിലൂടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തെത്തുന്ന ബാക്കി പോലീസ് ഉദ്യോഗസ്ഥര് ഈ സ്ഥലത്തിന് ചുറ്റുവട്ടത്തായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ ഈ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുന്നു. കാരണം ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് ഈ ഏരിയ മുഴുവനാണ്. ഇതെല്ലാം കാണുന്ന നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡ് എടുത്ത് അതിനകത്ത് നീ നീതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിരപരാധികളെ ഇതിലേക്ക് വലിച്ചിഴിക്കരുത് എന്ന് എഴുതിയിട്ട് കില്ലറിനെ കാണിച്ചു കൊടുക്കുന്നു. അവൾ എഴുതിയിരിക്കുന്നതൊക്കെ കില്ലർ അവിടെ വെച്ചിരിക്കുന്ന ലാപ്പിലൂടെ, ആ ലാപ്പിന്റെ ക്യാമിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കില്ലർ ഉടനെ കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ കണക്ഷൻ കട്ടായതാണ്, 2 മിനിറ്റ് കൂടിയേ വോട്ട് ചെയ്യാൻ അവസരമുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ആ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നു. ആ പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ 90,000 കഴിഞ്ഞ് പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1,00,000 ആയി കഴിഞ്ഞാൽ ബോംബ് ബ്ലാസ്റ്റ് ആവും. നമ്മുടെ ഹീറോയിനും ബാക്കിയുള്ള പോലീസുകാരും ഒക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റത്തില്ല. വക്കീൽ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. അവസാന നിമിഷം ആ വക്കീൽ തന്നെ നമ്മുടെ ഹീറോയോട് ഇതിനിപ്പോൾ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, പറ്റുമെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. ഈ ജനങ്ങളൊക്കെ പറയുന്ന പോലെ ഞാനൊരു കൊള്ളരുതാത്തവനല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്റെ അമ്മയോടൊന്ന് പറയണം എന്ന് മാത്രം പറയുന്നു. അങ്ങനെ മറ്റു വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോയിനും ക്യാപ്റ്റനും ഇവർ 3 ആ റൂമിലുണ്ടായിരുന്ന അവസാനത്തെ 3 പേര്. അവർ 3 അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ ബോംബ് ബ്ലാസ്റ്റ് ആവുന്നു. വക്കീൽ മരിച്ചു. നമ്മുടെ ഹീറോയിൻ, ക്യാപ്റ്റൻ ഇവരൊക്കെ ആ ഒരു ആഘാതത്തിൽ തെറിച്ച് വീഴുന്നുണ്ട്. ആ ഒരു സ്ഫോടനത്തിൽ ആ ഏരിയ മുഴുവൻ തകരുന്നുണ്ട്. എന്തായാലും സ്ഫോടനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പോലീസ് അവിടെയുള്ള ജനങ്ങളെയൊക്കെ ഒഴിപ്പിച്ചതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. അതെല്ലാം ശേഷം നമ്മുടെ ഹീറോ ഫാങ്ങു ജാങ് യായുടെ വീട്ടിൽ ചെല്ലും. നമ്മുടെ ഹീറോ നേരത്തെ ഇവന്റെ ഫ്രണ്ട്സിനെയൊക്കെ തേടിപ്പോയ കൂട്ടത്തിൽ അക്വേറിയം മീനും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ഇവൻ വരുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ ജാങ് യായുടെ വീടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയ്ക്ക് ഇവനെ കാണാൻ പറ്റിയില്ല. അന്നേരം തിരിച്ചുപോയി. പിന്നെ പ്രശ്നങ്ങളൊക്കെ നടന്ന് ഇപ്പൊ സ്ഫോടനം ഉണ്ടായി, വക്കീൽ മരിച്ചു. അതിനുശേഷം വീണ്ടും ഹീറോ ജാങ് യായെ തേടി വന്നിരിക്കുന്നു. ഈ ജാങ് യായുടെ വീട്ടിലെ ഈ പുള്ളിക്കാരനെ കൂടാതെ 2 പേരാണുള്ളത്. ഒന്ന് എർബോ, മറ്റൊന്ന് ഇങ്ങേരുടെ ഭാര്യ. എർബോയെ മനസ്സിലായല്ലോ, മാനസികമായിട്ട് പ്രശ്നമുള്ള ആ കൊച്ചു പയ്യൻ. പിന്നെ ഈ ജാങ് യായുടെ ഭാര്യ, ഒരുപാട് നാളായിട്ട് അവൾക്ക് എന്തോ അസുഖമൊക്കെ ആയിട്ട് അവൾ കോമ അവസ്ഥയിലാണ്. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ജാങ് അങ്ങനെ ജീവിച്ചു വരുന്നു. പിന്നെ ഇവരുടെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയാനായിട്ട് ഇവർക്ക് അക്വേറിയം അതേപോലെ മീനുകൾ ഇതുങ്ങളൊക്കെ വിൽക്കുന്നതാണ്. അങ്ങനെ ജാങ് അവന്റെ ഭാര്യയുടെ ശരീരം മസാജ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഹീറോയോട് സംസാരിക്കുന്നു. ഇവരുടെ കൂടെ ഇവർ വളർത്തുന്ന എർബോ എന്ന കുട്ടിയിൽ അത് ഇവരുടെ
ഇവരുടെ സ്വന്തം മകനല്ല, അവനെ ഇവർ ദത്തെടുത്തതാണ്. ദത്തെടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, ഏറ്റെടുത്ത് വളർത്തി. ഒരു ദിവസം ഒരു ചവറ്റുകൊട്ടയിൽ വെച്ചാണ് ഈ ജാങ്യയുടെ ഭാര്യ ആ കുട്ടിയെ കാണും. അവൾക്ക് അവനോട് വല്ലാത്ത സഹതാപം തോന്നി. മെന്റലി പ്രശ്നമുള്ള കുട്ടിയാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവനെ ഏറ്റെടുത്ത് വളർത്താൻ ഒരു മനസ്സ് കാണിച്ചു. ആ പയ്യൻ എർബോ എന്ന് പേരിട്ടതും ഇവരുടെ കൂടെ ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വളർത്തിക്കൊണ്ട് വന്നതും ഒക്കെ ഈ ജാങ്യയുടെ ഭാര്യയാണ്. പക്ഷെ 3 വർഷങ്ങൾക്ക് മുമ്പ് അവൾക്ക് ഒരു ട്യൂമർ വന്ന് പിന്നെ കോമ അവസ്ഥയിലായി. ഒരുപാട് നാളായിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ്. എന്തെങ്കിലും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, കോമ അവസ്ഥയിൽ നിന്ന് നോർമലായിട്ട് എഴുന്നേറ്റ് വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ജാങ്യ അവളെ ട്രീറ്റ് ചെയ്ത് അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഈ ജാങ്യ ഒരു പ്രോപ്പർ ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടറാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അധികം ആരോടും സംസാരിക്കത്തില്ലായിരുന്നു. ഭയങ്കര ഒതുങ്ങിക്കൂടിയ സ്വഭാവമുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ളവരെയാണല്ലോ സൂക്ഷിക്കേണ്ടത്. ഇവന്റെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, സ്പോർട്സിൽ അതേപോലെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഹീറോയെ പോലെ ആകണമെന്നായിരുന്നു ജാങ്യയുടെ ആഗ്രഹം. ചെറുപ്പകാലത്ത് ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ജാങ്യ നമ്മുടെ ഫാങ്മുവിനെ ഒരു റോൾ മോഡലായിട്ട് കണ്ടു അവനെ പോലെ ആവാനായിട്ട് ശ്രമിച്ചിരുന്നു. വളർന്ന് വലുതായപ്പോഴും നമ്മുടെ ഫാങ്മു ഒരു പോലീസ് ആവുന്നത് കണ്ട് ഇവനും പോയി പോലീസ് അക്കാദമിയിലൊക്കെ ജോയിൻ ചെയ്തു. പക്ഷേ പോലീസ് ആവാൻ പറ്റിയില്ല, ഫിസിക്കൽ ടെസ്റ്റിന് പൊട്ടി. ജാങ്യ അവന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ, നമ്മുടെ ഫാങ്മു എല്ലാം തികഞ്ഞവനാണ്. അവനെല്ലാം ഉണ്ട്, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവന് കിട്ടുന്നു, ആഗ്രഹിക്കുന്ന ജോലി, ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റുള്ളവർ തന്നോട് എങ്ങനെ പെരുമാറണമെന്ന് താൻ ആഗ്രഹിക്കുന്നു, അതുപോലെയാണ് മറ്റുള്ള ആളുകൾ നമ്മുടെ ഫാങ്മുവിനോട് പെരുമാറുന്നത്. സോ അവനായി മാറുക, അവനെ പോലായി മാറുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ജാങ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജാങ്യയുടെ സംസാരത്തിൽ നിന്ന് ഹീറോയ്ക്ക് എന്തൊക്കെയോ സംശയം അടിക്കുന്നുണ്ട്. എന്നാലും ഹീറോ അവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ദെൻ അതിനുശേഷം അടുത്ത ദിവസം ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് നമ്മുടെ ഹീറോയിനും പോലീസുകാരും ഒക്കെ വന്ന് അവിടെ വിശദമായി അന്വേഷണം നടത്തുന്നു. ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവർക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് നശിച്ചു പോയ ഒരു ലാപ്പിന്റെ ഒരു പാർട്ടിൽ നിന്ന് ഒരു ഫിംഗർ പ്രിന്റ് അല്ല, ഒരു പാം പ്രിന്റ് കിട്ടുന്നു. അത് സാധാരണ ഒരു വ്യക്തിയുടെ കൈപ്പത്തി പോലെയല്ല, 2 വിരലുകൾ ഇങ്ങനെ കൂടി ചേർന്നിരിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൈപ്പത്തി പോലെയാണ്. ഇതേപോലെയുള്ള കൈപ്പത്തിയുള്ള ഒരു കുട്ടിയെ നമ്മുടെ ഹീറോ നേരത്തെ കാണുന്നുണ്ടായിരുന്നല്ലോ. 2 or 3 വിരൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരു കുട്ടി. ആരാണ്? നമ്മുടെ എർബോ. ജാങ്യയുടെ വീട്ടിലെ അവരെ ഏറ്റെടുത്ത് വളർത്തുന്ന മാനസികമായിട്ട് പ്രശ്നമുള്ള ആ പയ്യൻ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ജാങ്യ തന്നെയാണ് കില്ലർ. ഒട്ടും സമയം കളാതെ ഹീറോയും ഒക്കെ ജാങ്യയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാവട്ടെ അവിടെ അക്വേറിയം ഒക്കെ പൊട്ടി നശിച്ചൊരു വരവുമായി കിടക്കുന്നു. ജാങ്യയും എർബോയും അവിടെയില്ല. അവിടെയുള്ള വേലക്കാരിയോട് അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണെങ്കിലോ എർബോയുടെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. എന്ത് പറ്റിയതാണെന്നാൽ എർബോയുടെ 2 കൈയിലും പൊള്ളലേറ്റു. തൊലിയുടെ 2 പാളി വരെ പൊള്ളലേറ്റ് വിട്ടുമാറിയിട്ടുണ്ട്. മാത്രമല്ല എർബോയുടെ 2 വിരൽ കൂടിയിരിക്കുന്ന കൈ ഉണ്ടായിരുന്നു. ആ കയ്യിൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുമുണ്ട്. ഇത് എന്ത് സംഭവിച്ചാണെന്ന് ചോദിക്കുമ്പോൾ ജാങ്യ ഒരു കള്ളക്കഥയും പറയും. നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പ്, പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യമായപ്പോൾ ജാങ്യ അവൻ എടുത്ത് വളർത്തുന്ന ഈ കൊച്ചു കുഞ്ഞിനെ അവരെ ഉപദ്രവിക്കാൻ തയ്യാറായി. പോലീസുകാർക്ക് ആ സ്ഫോടന സ്ഥലത്ത് നിന്ന് കിട്ടിയ പാംപ്രിന്റും ഈ പയ്യന്റെ പാംപ്രിന്റുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയെങ്കിലല്ലേ കേസ് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ അത് പറ്റത്തില്ല. ആ പയ്യന്റെ കൈ മുഴുവൻ പൊള്ളി തൊലിയെല്ലാം കുടുന്ന് ഇളകി മാറിയിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹീറോ ഹോസ്പിറ്റലിൽ വെച്ച് ജാങ്യയെ പിടിച്ചടിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ തെളിവില്ലാത്തതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതെല്ലാം ചെയ്തു നീയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ നിന്റെ വീട് തിരയാൻ പോവാ. ഒരൊറ്റ തെളിവ്, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ തൂക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും പോലീസുകാരും ഒക്കെ വന്നിട്ട് ഈ ജാങ്യയുടെ വീട് വിശദമായി തിരയുന്നു. പക്ഷേ ഇവനാണ് ഈ ക്രൈം ഒക്കെ ചെയ്യുന്നതെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ചെറിയ തെളിവ് പോലും ആ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അരിച്ചുപെറുക്കി തിരിഞ്ഞിട്ടും ഒരു തെളിവും കിട്ടുന്നില്ല. അത്രത്തോളം വിശദമായിട്ട് ജാങ്യ എല്ലാ പോസിബിലിറ്റിയും പരിശോധിച്ച് അവനിലേക്ക് എത്താനുള്ള സകല തെളിവുകളും നശിപ്പിച്ചിരുന്നു. തുടർന്ന് പോലീസുകാർ ജാങ്യയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സകല സോഴ്സിൽ നിന്നുള്ള ഡീറ്റെയിൽസും കണ്ടെത്തുന്നുണ്ട്. ജാങ്യയുടെ ഭാര്യയുടെ പേര്, ഇപ്പോൾ കോമ അവസ്ഥയിലുള്ള ആ പുള്ളിക്കാരിയുടെ പേര് വേ. ഒന്നുകൂടെ പറയാം, വേ. ഇവൻ തന്നെയാണ് കുറ്റവാളി, ഇവൻ തന്നെയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. കില്ലർ ഇവൻ തന്നെയെന്ന് നമ്മുടെ ഹീറോയ്ക്ക് 100% ഉറപ്പാണ്. ഹീറോ ആണെങ്കിൽ അവൻ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ, അവന്റെ ഊഹാപോഹങ്ങൾ, അതിന്റെ പ്രൊഫൈല് ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ഈ ജാങ്യയുടെ പ്രൊഫൈലുമായിട്ട് എല്ലാം മാച്ച് ആവുന്നുണ്ടെന്ന് പോലീസുകാരോട് പറയുന്നുണ്ട്. പക്ഷേ തെളിവില്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും ജാങ്യയെ പോലീസുകാർ വിളിപ്പിച്ച് അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോ ജാങ്യയുടെ അടുത്ത് നിന്ന് സത്യം പറ, നീയല്ലേ ഇതൊക്കെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് നിന്റെ എഫാനെ റേപ്പ് ചെയ്ത ലീയെ ഓർമ്മയുണ്ടോ? ഒരു ദിവസം അവനെ കാണാതായി. ആരവനെ തട്ടിക്കൊണ്ടുപോയതെന്ന് അറിയോ? എനിക്കറിയാം. ഒരാൾ അവനെ റോഡിലിട്ട് തല്ലുന്നത് ഞാൻ കണ്ടു. ഇവിടെ ജാങ്യ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹീറോ ആണ് ലീയുടെ തിരോധാനത്തിന് കാരണം. ലീയെ തട്ടിക്കൊണ്ടുപോയത് നമ്മുടെ ഹീറോ ആണെന്ന് ജനങ്ങളെല്ലാവരും വിശ്വസിച്ച പോലെ ലീയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു നമ്മുടെ ഹീറോ ആണെന്ന് ഇവൻ ഉറപ്പിച്ച് പറയും. ലീയെ ഒരാൾ റോഡിലിട്ട് തല്ലുന്നത് ഇവൻ കണ്ടിരുന്നു, അത് നമ്മുടെ ഹീറോ ആണെന്നൊക്കെ ഈ ജാങ്യ പറയുമ്പോൾ നമ്മുടെ ഹീറോ ഒന്നും മിണ്ടാതെ അങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറെ നാളത്തേക്ക് ലീവ് എടുത്ത് ഈ കേസ് അന്വേഷണത്തിൽ നിന്നൊക്കെ വിട്ടുമാറി പോകുന്ന നമ്മുടെ ഹീറോയെയാണ്. നമ്മുടെ ഹീറോ ദൂരെ എങ്ങോട്ടോ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വളർത്തു മകളോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം, എല്ലാ ദിവസവും എന്നെ വിളിക്കണം, ഇനി മേലെ നീ അക്വേറിയത്തിൽ പോയേക്കരുത്, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ വഴി വരണ്ട, വേറെ വഴി കറങ്ങി വന്നാൽ മതി, സേഫ് ആയിട്ടിരിക്കണം, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അതിന് യഫാൻ, ശരി നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം, നിങ്ങളിപ്പോൾ കേസ് അന്വേഷിക്കാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്ന ഒരാളെ കൂടെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ആരെ കൂടെ കൊണ്ടുപോകണമെന്ന് നീ പറയുന്നേ? മീനാൻ, അതായത് നമ്മുടെ ഹീറോയിനെയും ഹീറോ കേസ് അന്വേഷണത്തിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണമെന്നാണ് ഇവള് പറയുന്നത്. അല്ല അത് പിന്നെ നിങ്ങൾ മുന്നും പിന്നെ നോക്കാതെ ഓരോ അപകടത്തിൽ പോയി ചാടും, അവള് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളും. ശരി ഓക്കെ, അങ്ങനെ തന്നെ ചെയ്തേക്കാവുന്നുള്ള മട്ടിൽ നമ്മുടെ ഹീറോയും സമ്മതിച്ചു. പുള്ളിക്കാരൻ പുറത്തിറങ്ങി ചെല്ലുമ്പോഴാവട്ടെ ദേ കുറ്റിയും പറിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നു മീനാൻ. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, എന്ത് അന്വേഷണത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ വിട്ട് ഞാൻ പോകൂല. അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടെ ജാങ്യയുടെ നാട്ടിലേക്ക് പോകുന്നു. എന്തിനാണ് ജാങ്യയുടെ നാട്ടിലേക്ക് പോകുന്നതെന്നല്ലേ? ജാങ്യ അവസാനമായിട്ട് ചെയ്ത ആ ഒരു കൊലപാതകം, അതിനവൻ സ്ഫോടനം
സ്ഫോടക വസ്തുക്കളൊക്കെ യൂസ് ചെയ്തിരുന്നു. അതിനുവേണ്ടി അവൻ യൂസ് ചെയ്തിരുന്ന സ്ഫോടക വസ്തുക്കളൊക്കെ ഒരു ഇടനിലക്കാരനെ വെച്ചോ അല്ലെങ്കിൽ ജാങ്യായിലേക്ക് പോലീസുകാർക്ക് എത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അവൻ സംഘടിപ്പിച്ചതായിരിക്കത്തില്ല. പോലീസുകാർക്ക് എളുപ്പത്തിൽ അവനിലേക്ക് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പോലീസുകാർക്ക് അവനിൽ എത്താൻ പറ്റാത്ത ഒരു വഴിയിലൂടെ അവൻ സംഘടിപ്പിച്ചിട്ടുള്ളതായിരിക്കണം. അങ്ങനെ അവൻ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ സ്ഫോടക വസ്തുക്കളൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകണം. അങ്ങനെ ഒരു സ്ഥലമാണ് ഇവന്റെ നാട്. അവിടെ അടുത്തായിട്ട് തന്നെ കൽക്കരിക്കനിയൊക്കെ ഉണ്ട്. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഫോടക വസ്തുക്കളൊക്കെ അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ജാങ്യ ഈ സ്ഥലത്തു നിന്നായിരിക്കും സ്ഫോടക വസ്തുക്കൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് കരുതി നമ്മുടെ ഹീറോയിനും അങ്ങോട്ട് പോകും. ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോയുടെ അവളുടെ സ്റ്റോറി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾ പോലീസ് ആവാൻ തീരുമാനിച്ചത് എന്നൊക്കെ. ചെറിയ പ്രായത്തിൽ തന്നെ അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവളെ വളർത്തുന്നത്. അവളുടെ അമ്മ ഒരു കടയൊക്കെ നടത്തിയിരുന്നു. ആൺതുണയില്ലാത്തൊരു പെണ്ണ് കട നടത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, ആ സ്ത്രീക്ക് പൈസ കൊടുക്കാതെ അവരെ പറ്റിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം കണ്ടു വളർന്ന നമ്മുടെ മീനാൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പി. ആണുങ്ങളോളം ശക്തിയുള്ളവളാകുക, അല്ലെങ്കിൽ ആണുങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് അവരെക്കാളും ശക്തിയുള്ളവളാകുക, എല്ലാവരും പേടിക്കുന്ന, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പദവിയിലെത്തുക. അങ്ങനെയാണ് അവൾ പോലീസായിട്ട് മാറിയത്. ഇതെല്ലാം ഇവൾ നമ്മുടെ ഫാങ്കുവിനോട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൾക്ക് ഇവനെ ഇഷ്ടമായതുകൊണ്ട്. നിങ്ങൾ മനസ്സിൽ നന്മയുള്ളവനാണ് ഫാങ്. എല്ലാവരും നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ ഈ ലോകം എന്നേ നന്നായേനെ. നീ എന്നെ എന്ന് മുതലാണ് ഫാങ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്? എനിക്ക് നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലായതിനു ശേഷം. കേട്ടോടാ ഫാങ് മൂ. ഇവക്ക് പിരിയിളകി. ഇനി ഇവളെ പിടിച്ചാൽ കിട്ടത്തില്ല. നീ പെട്ടെന്ന് നൂഡിൽസ് കഴിച്ചേ. നാളെ രാവിലെ ഒരു ലോങ് യാത്രയുണ്ട്, പോയി കിടന്നുറങ്ങണം. എന്നാൽ നമ്മുടെ മീനാൻ അതൊന്നും വകവെക്കാതെ തിരിഞ്ഞു നോക്കുമ്പോൾ ഫാങ്മുവിന്റെ നിഴല് ആ ഭിത്തിയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവളുടെ നിഴലും ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെ നിഴൽ ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെയൊക്കെ അങ്ങനെ നിൽക്കുന്നു. അതെ, നീ നൂഡിൽസ് കഴിക്കുന്നുണ്ടോ? ഇതെന്താണിത്? ഇയാൾക്കൊന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? തന്നെ അതെല്ലാം ശേഷം അടുത്ത ദിവസം നമ്മുടെ മീനാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഫാങ് മു അവിടുന്ന് പോയിരുന്നു. ഇവളെ കൂട്ടാതെ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ജാങ്യായുടെ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ജാങ്യായെ പറ്റി നാട്ടുകാരോടൊക്കെ ചോദിക്കുന്നു. നാട്ടുകാർക്കൊക്കെ ജാങ്യായെ പറ്റിയുള്ള അഭിപ്രായമാട്ടെ, ആ മണ്ണുണ്ണിയോ, അവനെ ഞങ്ങൾ മണ്ണുണ്ണി എന്നാ വിളിച്ചോണ്ടിരുന്നേ. അവന്റെ അച്ഛൻ ഇവിടെ ഒരു ഖനിയിലായിരുന്നു ജോലി. അവരുടെ കല്യാണം കഴിഞ്ഞ് 5-6 വർഷമായിട്ട് അവർക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ നാട്ടിലൊരു നാടക ട്രൂപ്പ് വന്ന് അവർ നാടകമൊക്കെ കളിച്ച് തിരിച്ചു പോയപ്പോൾ മണ്ണുണ്ണിയുടെ അമ്മ പ്രഗ്നന്റ് ആയി. ശരിക്കും ആ മണ്ണുണ്ണി നാടക ട്രൂപ്പിലെ ആരുടെയോ മോനാന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ഇതേ സംശയം അവന്റെ അച്ഛനുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണുണ്ണിയുടെ അമ്മയും മണ്ണുണ്ണിയും ഒക്കെ അവന്റെ അച്ഛൻ തുടർച്ചയായിട്ട് ഉപദ്രവിച്ചിരുന്നു. വർഷങ്ങളോളം അവരിതെല്ലാം സഹിച്ച് ജീവിച്ചു. മണ്ണുണ്ണിയുടെ അമ്മയുടെ ഏക പ്രതീക്ഷ മണ്ണുണ്ണിയിലായിരുന്നു. അങ്ങനെ അവരവനെ പഠിപ്പിച്ചു, വളർത്തി വലുതാക്കി. അവൻ കോളേജൊക്കെ പാസ്സായി. എന്നാൽ കോളേജ് പാസ്സായ ആ സമയത്ത് തന്നെ അവന്റെ അമ്മ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ നാട്ടുകാരിൽ ഒരാൾ നമ്മുടെ ഹീറോയെ ജാങ്യയുടെ വീട്ടിലേക്ക് കൊണ്ടിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന, ചുറ്റുപാടെല്ലാം ആകെ മൊത്തം നശിച്ചൊരു പരുവമായി കിടക്കുന്ന വീട്. ആ വീട് മുഴുവൻ ഒരുമാതിരി കണ്ടീഷനിൽ പൊടിയൊക്കെ പിടിച്ച് കിടക്കുവാണെങ്കിലും അത് പൂട്ടിയിരിക്കുന്ന ലോക്കിൽ പൊടിയൊന്നുമില്ല. അതിന്റെ കീ ഹോൾ ഓപ്പൺ ആണ്. കീ ഹോൾ അടഞ്ഞിട്ടില്ല. വർഷങ്ങളായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ആ ഒരു ലോക്ക് അതും പൊടി പിടിച്ചിട്ടുണ്ടാവണം. അതിന്റെ കീ ഹോൾ എല്ലാം എന്തെങ്കിലുമൊക്കെ കയറി അടഞ്ഞിട്ടുണ്ടാവണം. ഇങ്ങനെയൊന്നും അല്ലാത്ത സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജാങ്യ എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ചെന്ന ഹീറോ അവിടെ മുഴുവൻ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പ്രേ ഒക്കെ അടിച്ച് ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജാങ്യയുടെ അച്ഛൻ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹത്തെ കൊന്നതും ഈ ജാങ്യയാണ്. ഈ വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല കേട്ടോ. ജാങ്യയുടെ അച്ഛൻ ഈ നാട്ടിൽ നിന്നും മറ്റേതോ നാട്ടിലേക്ക് ജോലിക്ക് വേണ്ടി മാറിപ്പോയി എന്നാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും രക്തക്കറകളൊക്കെ, ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ വീട്ടിൽ മുഴുവൻ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പ്രേ ചെയ്ത് അവിടെയുള്ള ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ജാങ്യ എങ്ങനെയാണ് അവന്റെ അച്ഛനെ കൊന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ജാങ്യയുടെ അച്ഛൻ ജാങ്യയെ ഉപദ്രവിക്കുമായിരുന്നു. പലതവണ അയാൾ അവനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന കുട്ടി തെറ്റായിട്ടുള്ള വഴിയിൽ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരുപാട് വർഷം അവന്റെ അച്ഛനിൽ നിന്നുള്ള ക്രൂര പീഡനം ജാങ്യ സഹിച്ചു. പക്ഷേ ഏതൊരാൾക്കാണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ പിടിവിട്ടു പോകുമല്ലോ. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. ഇനിയിപ്പോൾ രക്ഷയില്ല, തിരിച്ചടിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യം വന്നപ്പോൾ അവൻ തിരിച്ചടിച്ചു. അങ്ങനെ ജാങ്യ അവന്റെ അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തി. അവിടുന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഒരാളെയും കൊല്ലാൻ മടിയില്ലാത്തവനായി താൻ ആഗ്രഹിക്കുന്ന കാര്യം നടത്തിയെടുക്കാനായിട്ട് ഏതൊരു പോയിന്റിലേക്കും ഏത് തരത്തിലേക്കും ചിന്തിച്ച് അതിനുവേണ്ടി എന്ത് ചെയ്യുക എന്നൊരു തരത്തിലേക്ക് അവൻ മാറി തുടങ്ങിയത് ഇവിടുന്നായിരുന്നു. ഇപ്പൊ ജാങ്യയുടെ വീട്ടിലെത്തി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോ ജാങ്യയുടെ അച്ഛന്റെ മൃതദേഹവും കണ്ടെത്തുന്നുണ്ട്. അസ്ഥി കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. 10-15 വർഷമായിട്ട് ഈ വീടിന്റെ ബേസ്മെന്റിൽ അത് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഹീറോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജാങ്യ നമ്മുടെ ഹീറോയെ ഫോൺ ചെയ്യുന്നു. നീ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത്? ആരെങ്കിലും ആ പെണ്ണിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമായിരുന്നോ? ഇനി ഇവ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, എല്ലാം കൈവിട്ടു പോയി. നമ്മുടെ ഹീറോ ആകെ മൊത്തം അങ്ങ് പേടിച്ചു. മീനാൻ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ഹീറോ മീനാനോട് പോലും പറയാതെയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ജാങ്യ ഇപ്പൊ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ മീനാൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോ ഉടനെ തന്നെ ഈ കാര്യം ക്യാപ്റ്റനെ വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും മീനാനുള്ള അങ്ങോട്ട് പോകുന്നു. ഓടി പിടിച്ച് അങ്ങോട്ട് എന്ന് നോക്കുമ്പോഴാവട്ടെ മീനാനൊന്നും പറ്റിയിട്ടില്ല, അവള് സേഫ് ആണ്. ഇവൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഇവള് സേഫ് ആണല്ലോ. എന്നാ പിന്നെ ഈ ജാങ്യ ആരെ പറ്റി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ ക്യാപ്റ്റൻ ഒരു ഫോൺ കോൾ വരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ജാങ്യ ഉദ്ദേശിച്ചത് മീനാനെ പറ്റി ആയിരുന്നില്ല. ജാങ്യ അവൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഹീറോയുടെ വളർത്തു മകളെ പറ്റിയായിരുന്നു, യഫാനെ പറ്റിയായിരുന്നു. തിരികെ നാട്ടിലേക്ക് ചെല്ലുന്ന നമ്മുടെ ഹീറോയ്ക്ക് മരിച്ചു കിടക്കുന്ന യഫാന്റെ ശരീരമാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു കാഴ്ച കണ്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ അവൻ അലറി വിളിച്ച് കരയുന്നു. തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു പെൺകുട്ടി, അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ
പ്രതീക്ഷ കൊടുത്ത് അവൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവളെ കൂടെ കൂട്ടി അവളുടെ എല്ലാ കാര്യവും നോക്കി വളർത്തിക്കൊണ്ട് വരികയായിരുന്നു ഇദ്ദേഹം. അങ്ങനെ തന്റെ ജീവിതത്തെക്കാൾ താൻ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു പെൺകുട്ടി ഇപ്പൊ തന്റെ മുന്നിൽ ഇങ്ങനെ ജഡമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്യും? അവളുടെ ശരീരം നോക്കി ചങ്ക് പൊട്ടി ഇദ്ദേഹം അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വില്ലൻ അങ്ങോട്ട് വരുന്നു. വാങ്ങൂ, എന്തൊക്കെയുണ്ട് വിശേഷം? പോലീസുകാരെ വെടിവെക്കരുത്, ഞാൻ കീഴടങ്ങാൻ വന്നതാണ്. അവനെ കാണുന്ന നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അടുത്ത് നിൽക്കുന്ന മീനാന്റെ ഗണ്ണ് പിടിച്ചു മേടിച്ച് ഓടി ജാങ്ങയുടെ അടുത്ത് ചെന്ന് അവനെ അടിച്ച് താഴെയിട്ട് അവനെ കൊല്ലാൻ തുടങ്ങുന്നു നമ്മുടെ ഹീറോ. കമോൺ, എന്നെ ഷൂട്ട് ചെയ്ത് കൊന്നുകളാ, എനിക്കും അത് തന്നെയാണ് വേണം. നിന്റെ കൈ കൊണ്ട് ഞാൻ മരിക്കണം, ഇവിടുത്തെ ലൈഫ് ഓഫ് ദ സിറ്റി ആയി മാറണം നീ. ഞാൻ ചെയ്ത എല്ലാ കൊലപാതകങ്ങളും നീയാണ് ചെയ്തതെന്ന് നീ നാട്ടുകാർ പറയണം. എന്തിനാ മടിച്ചിരിക്കുന്നേ? എന്നെ കൊന്നുകളാ. നീ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അവളെ ഞാൻ എത്ര ക്രൂരമായിട്ടാ കൊന്നതെന്ന് നിനക്കറിയോ? ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ മാക്സിമം ദേഷ്യം പിടിപ്പിക്കുകയാണ് വില്ലൻ. ഇവന് ജീവിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ഹീറോയുടെ കൈ കൊണ്ട് ഇവൻ അങ്ങ് മരിച്ചാൽ മതി. അങ്ങനെ സംഭവിച്ചാൽ ഇവനിപ്പോ പറഞ്ഞ പോലെ ലൈഫ് ഓഫ് ദ സിറ്റി അത് നമ്മുടെ ഹീറോ ആണെന്ന് ജനങ്ങളെല്ലാവരും വിശ്വസിക്കും. ഓൾറെഡി മുമ്പുണ്ടായ ലീ ഈയുടെ കേസിൽ ലീ ഈയുടെ തിരോധാനത്തിന് പിന്നിലെ ഹീറോ ആണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിന്റെ കൂടി ഇതൂടെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വില്ലൻ വിചാരിച്ച പോലെ തന്നെ നടക്കും. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഹീറോ ഒരു നിമിഷത്തേക്ക് വില്ലനെ കൊല്ലണമെന്ന് ആലോചിച്ചെങ്കിലും അവനെ കൊല്ലുന്നില്ല. എന്തൊക്കെയായാലും ജിയാങ്ങയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരവനെ ചോദ്യം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ അറിയാവുന്ന ഇവനെ ചോദ്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ലെന്ന് പോലീസുകാർക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നു, ഈ ജിയാങ്ങയുടെ ഭാര്യ ഉണ്ടല്ലോ, കോമാ സ്റ്റേജിൽ കിടന്ന ആ പുള്ളിക്കാരി ഇവർ നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൾ കോമയിൽ നിന്ന് എഴുന്നേറ്റു, ഇപ്പൊ അവൾ നോർമലായി എന്ന് പറയുന്നു. ജിയാങ്ങിയ ആദ്യം അത് വിശ്വസിച്ചില്ല. ഇല്ല, അവൾ എഴുന്നേറ്റിട്ടില്ല, അവൾ ഇപ്പോഴും കോമയിൽ തന്നെയാണെന്ന് ജിയാങ്ങിയ പറയുമ്പോൾ നമ്മുടെ ഹീറോ അവന്റെ ലാപ്ടോപ്പിൽ ഇപ്പൊ നോർമൽ അവസ്ഥയിലുള്ള കോമ അവസ്ഥയിൽ നിന്നൊക്കെ മാറി നോർമൽ അവസ്ഥയിലുള്ള ഈ ജിയാങ്ങിയയുടെ ഭാര്യയെ വേവയെ കാണിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ ഈ വേവ ഇപ്പോഴല്ല കോമയിൽ നിന്ന് എഴുന്നേക്കുന്നത്, കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇവളുടെ കോമ അവസ്ഥയൊക്കെ മാറി ഇവൾ നോർമൽ ആയിരുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവൾ നേരത്തെ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നില്ല? അവൾ കോമ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതിന്റെ കാരണം ഈ ജിയാങ്ങിയയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം അവൾക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു. ജിയാങ്ങിയ ഓരോരോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോരോ കൊലപാതകങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെയൊക്കെ കാര്യം അവൻ അവന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുമായിരുന്നു. അവളൊരു കോമ അവസ്ഥയിലാണ്, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവൻ പറഞ്ഞത്. പക്ഷേ ഒരു പോയിന്റിൽ അവൾക്ക് എപ്പോഴോ ബോധം വന്നിരുന്നു, അവൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അന്ന് മുതൽ വേവെ താൻ കോമ അവസ്ഥയിൽ തന്നെയാണെന്ന് അഭിനയിക്കുമായിരുന്നു. ജിയാങ്ങിയ ചെയ്തിട്ടുള്ള സകല കൊലപാതകങ്ങളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ജിയാങ്ങിയ അവളുടെ അടുത്ത് അവൾ കോമ അവസ്ഥയിലാണെന്ന് കരുതി ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കുന്ന അവള് ഇവൻ ഇത്ര വലിയ ഭീകരനാണ്, ഇവൻ വലിയ പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കി അവൾ അപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ അങ്ങനെ തുടർന്നു പോയി. ഇപ്പൊ ഈ പോലീസുകാർ അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയപ്പോഴാണ് അവൾക്ക് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു അവസരം കിട്ടിയത്. അങ്ങനെ ജിയാങ്ങിയ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും തെളിവുണ്ടാവുകയാണ്. ഇതെല്ലാം ചെയ്തത് ജിയാങ്ങിയാണെന്ന് ഇപ്പോൾ പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റും. ഇതെല്ലാം മനസ്സിലാക്കി ജിയാങ്ങിയ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ദേ അവനെ മണ്ണുണ്ണി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവനൊരു സൈക്കോ ആയി മാറിയത് ഇവന്റെ ലൈഫിലുണ്ടായ അത്രത്തോളം മോശമായിട്ടുള്ള കുറെ സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ. ഇവൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊരു പക്ഷേ നാട്ടുകാരൊക്കെ ഇവനെ തുടർച്ചയായിട്ട് മണ്ണുണ്ണി എന്ന് വിളിച്ചിരുന്നത് കൊണ്ടാവാം, അവന്റെ അമ്മയുടെ ആത്മഹത്യ ആവാൻ കാരണം, ഇവന്റെ അച്ഛൻ ഇവനെ ഉപദ്രവിച്ചിരുന്നതാവാം, ഇവൻ അങ്ങനെ കൊന്നതാവാം, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. ഇപ്പൊ നമ്മുടെ ഹീറോ അവനെ മണ്ണുണ്ണി എന്ന് വിളിക്കുമ്പോൾ അവന് സഹിക്കാൻ പറ്റുന്നില്ല. അവനൊരു ഭയങ്കര വയലന്റ് ആയിട്ട് പെരുമാറുന്നു. ഇല്ല, ഞാൻ തോറ്റിട്ടില്ല, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഞാനേ ജയിക്കൂ. നിന്റെ അടുത്ത് ഇവളല്ലാതെ വേറെ തെളിവൊന്നുമില്ലല്ലോ. ഇത്രയും നാൾ കോമയിലായിരുന്നു ഇവള് പറയുന്ന കാര്യങ്ങൾക്ക് കോടതി വില കൊടുക്കില്ല. ഇവളിതെല്ലാം സ്വപ്നം കണ്ടതാണ്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതിന് വേറെ തെളിവൊന്നുമില്ലെന്ന് ഞാൻ പറയും. നിനക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. യെസ്, ഇവിടെ ജാങ്ങിയ പറയുന്ന ഒരു പോയിന്റാണ്. പോലീസുകാർക്ക് ഇപ്പോഴും അവനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. യഫാന്റെ മൃതദേഹം കണ്ടെത്തിയ ആ സ്ഥലത്ത് പോലീസുകാർ അവരുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് എന്തോ കുറെ പ്രശ്നം ഉണ്ടാക്കി. അത്രമാത്രം ഇവൻ ചെയ്ത കുറ്റമായിട്ട് ഇപ്പോൾ ഇവർക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കേസൊക്കെ കൊണ്ട് പോലീസ് കോടതിയിൽ ചെന്നപ്പോൾ വെറും 10 ദിവസം മാത്രമാണ് ഇവന് ശിക്ഷ കിട്ടുന്നത്. 10 ദിവസം മാത്രം അവനെ തടവറയിൽ വെച്ചിട്ട് അതിനുശേഷം അവനെ വിട്ടയക്കുന്നു. നിലവിൽ പോലീസിന്റെ കയ്യിൽ വേറെ തെളിവൊന്നുമില്ല. അവനെ കൊടുക്കാനായിട്ട് പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് ഇവർക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ ഒരു തെളിവ് കണ്ടെത്താൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഈ ജിയാങ്ങിയയുടെ അച്ഛനെ അവൻ കൊന്നിട്ടുള്ള ആ ഒരു കേസിലേക്ക് വരെ പോയാലൊന്ന് പോലീസുകാർ ആലോചിക്കുന്നുണ്ട്. ജിയാങ്ങിയയുടെ അച്ഛന്റെ സ്കെലിട്ടൺ അവരുടെ പണ്ടത്തെ വീടിന്റെ ബേസ്മെന്റിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അത് കണ്ടെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കണ്ടെത്തി എന്തെങ്കിലും DNA ടെസ്റ്റ് നടത്തിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ജിയാങ്ങിയയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. നമ്മുടെ ഹീറോ ആകെ മൊത്തം ഒരു വല്ലാത്ത കണ്ടീഷനിലായി എന്ന് പറയാം. ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെയൊക്കെ ഓടി നടന്നിട്ട് അവസാനം ഇപ്പൊ അവൻ ജയിക്കുന്ന പോലെ ആയില്ലേ കാര്യങ്ങളൊക്കെ. വെറും 10 ദിവസത്തേക്ക് മാത്രമാണ് അവനെ ശിക്ഷിക്കാൻ ഇവർക്ക് സാധിച്ചത്. 10 ദിവസം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങി ആദ്യം അവൻ നമ്മുടെ ഹീറോയാണ് വിളിക്കുന്നത്. ഹേ ഫാങ്മു, നീ ആഗ്രഹിച്ച പോലെ ഇപ്പൊ വേണേലും നിനക്ക് എന്നെ ഇല്ലാതാക്കാൻ പറ്റും. ഞാനിപ്പോ വളരെ ഉയരം കൂടിയ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നീ ഒരൊറ്റ വാക്ക് പറ, എന്നോട് ഇവിടുന്ന് ചാടാൻ പറ, ഞാൻ ഇപ്പൊ തന്നെ ചാടി ആത്മഹത്യ ചെയ്തേക്കാം. എന്തുകൊണ്ടാണ് ജാങ്ങിയ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായില്ലേ? ഇവനങ്ങ് തീരട്ടെ എന്നുള്ള മട്ടിലാണെങ്കിലും നമ്മുടെ ഹീറോ അവനോട് അവിടുന്ന് ചാടാൻ പറഞ്ഞാൽ അവൻ അവിടുന്ന് ചാടും, ആത്മഹത്യ ചെയ്യും, അങ്ങനെ അവന്റെ കാര്യം ക്ലോസ്. എന്നാൽ നമ്മുടെ ഹീറോ അവനോട് ചാടാൻ പറയുവാണെന്നുണ്ടെങ്കിൽ അവൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് അതാദ്യം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം അവൻ ചാടി ആത്മഹത്യ ചെയ്യും. ഓഫ് കോഴ്സ് ജനങ്ങളെല്ലാവരും നമ്മുടെ ഹീറോ ആണ് ലൈഫ് ഓഫ് ദി സിറ്റി എന്ന് വിചാരിക്കും. എല്ലാ പഴിയും ഇവന്റെ മണ്ടയ്ക്ക് വരും. ജനങ്ങളുടെ മനസ്സിൽ നമ്മുടെ ഹീറോ ഒരു വലിയ സംഭവമായി മാറും എന്നുണ്ടെങ്കിലും നിയമത്തിന്റെ കണ്ണിൽ ഹീറോ പ്രതിയാവും. ഹീറോയ്ക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോ അവനോട് ചാടാൻ പറയുന്നില്ല. നീ ചാടരുത്, നീ ജീവനോടെ ഉണ്ടാവണം, നീ അവിടെ തന്നെ നിൽക്കുക എന്ന് പറയുന്നു. ഇപ്പോൾ ഈ നഗരത്തിൽ ആകെ മൊത്തം ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനാണെന്ന് പറയാം. കാരണം നഗരത്തിലെ ജനങ്ങൾക്ക് പോലീസിൽ ഒട്ടും വിശ്വാസമില്ല. ജനങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യം ചെയ്യുന്നത് ലൈഫ് ഓഫ് ദ സിറ്റി മാത്രമാണ്. പോലീസ് ആണെങ്കിലോ ഈ ലൈഫ് ഓഫ് ദ സിറ്റി ആരാണെന്ന് കണ്ടുപിടിച്ച് അങ്ങേരെ അറസ്റ്റ് ചെയ്യാനായിട്ട് നടക്കുന്നു. ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ലൈഫ് ഓഫ് ദ സിറ്റിയാണ് നല്ലവൻ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ലൈഫ് ഓഫ് ദ സിറ്റിയെ എങ്ങനെയും കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു.
ഭരിക്കുന്ന പോലീസിനോടൊരു വിയോജിപ്പുണ്ട്, പോലീസിനോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ കാറിൽ നഗരത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു കള്ളൻ ഒരു സ്ത്രീയുടെ പേഴ്സും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നത് അദ്ദേഹം കാണുന്നു. ഇത് കാണുന്ന അദ്ദേഹം ആ കള്ളനെ പിടിക്കാൻ വേണ്ടി കാർ ഒരു സൈഡിലേക്ക് വെട്ടിച്ച് മാറ്റുമ്പോഴാവട്ടെ മറ്റൊരു കാർ വന്ന് ഇദ്ദേഹത്തിന്റെ കാറുമായിട്ട് ഉരസി. ആ കാറിന്റെ ഡ്രൈവർ ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നു. ഇദ്ദേഹം പോലീസാണെന്ന് പറയുമ്പോൾ അങ്ങേരുടെ ദേഷ്യം കൂടി. അങ്ങേര് ക്യാപ്റ്റനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ചുറ്റും കുറെ ആളുകൾ വന്നിട്ട് അവരെല്ലാം ഇത് വീഡിയോ എടുത്ത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പോലീസ് ആക്രമിക്കുന്നു, പോലീസ് നാട്ടുകാരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, പോലീസിന്റെ അക്രമം അവസാനിപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര വിഷയം. എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ ക്യാപ്റ്റൻ അങ്ങ് താരമായി. പുള്ളിക്കാരനെതിരെ ഒരുപാട് ഹെയ്റ്റ് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സീനോടെ കട്ടായാൽ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും ക്യാപ്റ്റനും ഒരു കഫേയിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജാങ്യ എന്തുകൊണ്ടാണ് ആളുകളെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് നിനക്കറിയോ? അവന്റെ കുട്ടിക്കാലം, നാട്ടുകാരെല്ലാം അവനെ മണ്ണുണ്ണി എന്ന് വിളിച്ചിരുന്നത്, അവന്റെ അമ്മയുടെ ആത്മഹത്യ, അവന്റെ അച്ഛനെ കൊല്ലേണ്ടി വന്നത്, ഇത് മാത്രമല്ല കാരണം. അവൻ ലൈഫ് ഓഫ് ദ സിറ്റി ആയി മാറാനും ഈ സിറ്റിയിൽ നിയമത്തിന് ശിക്ഷിക്കാൻ പറ്റാത്ത ആളുകളെ തേടി പിടിച്ച് കൊല്ലാനുമുള്ള കാരണം ലീ ഇയുടെ തിരോധാനമാണ്. അന്ന് ലീയെ കാണാതായ ദിവസം ആരോ ഒരാൾ ലീയെ പബ്ലിക് റോഡിലിട്ട് തല്ലുന്നത് ജാങ്യ കണ്ടിരുന്നു. അന്ന് ലീയെ അങ്ങനെ പബ്ലിക് റോഡിലിട്ട് തല്ലിയത് ഞാനാണെന്നാണ് ജാങ്യ ഇപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ അത് ചെയ്തത് ഞാനല്ലെന്ന് എനിക്കറിയാലോ, അത് നിന്റെ പണിയായിരുന്നു അല്ലേ? അതെ, ഇപ്പൊ നമ്മുടെ ഹീറോ പറയുന്ന പോലെ അന്ന് ലീയെ പബ്ലിക് റോഡിലിട്ട് തല്ലിയത് നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു. യഫാനെ റേപ്പ് ചെയ്ത ആ ഒരു കേസ് അന്വേഷിച്ചത് നമ്മുടെ ഹീറോ മാത്രമല്ല, നമ്മുടെ ഹീറോയുടെ കൂടി ഈ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളും കൂടെ അത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി യഫാന്റെ കേസിൽ കിട്ടാവുന്ന എല്ലാ തെളിവുകളും സംഘടിപ്പിച്ച് എല്ലാം കൊണ്ട് കോടതിയിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? ലീയുടെ വീട്ടുകാർ പണം കൊടുത്ത് യഫാന്റെ അപ്പനെ കൊണ്ട് തന്നെ മൊഴി മാറ്റി പറയിപ്പിച്ചു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യം വരും. അത് ക്യാപ്റ്റന് സഹിക്കാൻ പറ്റില്ല. ഒരു ദിവസം ക്യാപ്റ്റൻ ലീയെ പോയി തല്ലുന്നുണ്ട്. താൻ ഇങ്ങനെ ചെയ്തത് ആരും കണ്ടില്ലെന്നാണ് അന്ന് ക്യാപ്റ്റൻ വിചാരിച്ചത്. പക്ഷെ ഒരേ ഒരാൾ മാത്രം അത് കണ്ടിരുന്നു, നമ്മുടെ ജാങ്യ. എന്നാലും ആരാണ് ലീയെ തല്ലിയെന്ന് വ്യക്തമായി ജാങ്യ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ലീയെ തല്ലിയത് നമ്മുടെ ഹീറോ ആണെന്നാണ് ഇപ്പോഴും ജാങ്യ വിചാരിക്കുന്നത്. ശരി, ക്യാപ്റ്റനാണ് ലീയെ തല്ലിയത്. എന്നാൽ ലീയുടെ തിരോധാനത്തിന് കാരണം ക്യാപ്റ്റനാണോ? അല്ല. ക്യാപ്റ്റൻ അങ്ങേറെ ദേഷ്യം അടങ്ങുന്നത് വരെ ലീയെ തല്ലി 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 അവനെ ഒരു പരുവമാക്കി റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജാങ്യ എന്ത് ചെയ്തു? ക്യാപ്റ്റൻ അവിടെ നോടി മാറി പോയി കഴിഞ്ഞ് ഈ ലീയെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ ലീയുടെ തിരോധാനത്തിന് കാരണം ജാങ്യയാണ്. എന്നാൽ ജനങ്ങളെല്ലാവരും കരുതുന്നത് നമ്മുടെ ഹീറോ ആയിരിക്കും ഇതിന് പിന്നിലെന്നാണ്. നമ്മുടെ ഹീറോ ഈ സംഭവങ്ങളൊന്നും മനസ്സാ വാച കർമ്മണ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് പുള്ളിക്കാരൻ പല കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഈ ഒരു പോയിന്റിൽ എത്തുന്നത്. അന്ന് നമ്മുടെ ഹീറോ മനസ്സുകൊണ്ട് പോലും അറിയാത്തൊരു കുറ്റം തന്റെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ ജനങ്ങളെല്ലാവരും ഇവനത് ചെയ്തു, അവൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ പ്രൈസ് ചെയ്തപ്പോൾ അവനത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഹീറോ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ മുഴുവൻ കുറ്റവും ജാങ്യയുടെ മണ്ടയ്ക്ക്. ജാങ്യയാണ് ഇവന്മാരെ എല്ലാ പെടാപ്പാടും പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഏതെങ്കിലും ഒരെണ്ണം തെളിയിക്കാനുള്ള തെളിവുണ്ടോ? അതൊട്ടില്ല താനും. ചുരുക്കം പറഞ്ഞാൽ ജാങ്യ ലൈഫ് ഓഫ് ദ സിറ്റി ആയി മാറാനുള്ള കാരണം ക്യാപ്റ്റൻ ലീയെ റോഡിലിട്ട് അടിച്ചത് അവൻ കാണുന്നതാണ്. അത് അവന്റെ ഉള്ളിൽ ഒരു ത്വരയുണ്ടാക്കി. അതായത് നിയമപാലകരായിട്ടുള്ള ആളുകൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയെങ്കിൽ എനിക്ക് നിയമം കയ്യിലെടുത്താൽ എന്താണ്? ഞാൻ ഓരോ ആളുകളെ ശിക്ഷിക്കാൻ അങ്ങ് ഇറങ്ങിത്തിരിക്കാം. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം. ഈ സിറ്റിയുടെ വെളിച്ചമായി മാറാം എന്നൊക്കെയുള്ള തോന്നലാണ് അവനെ ലൈഫ് ഓഫ് ദ സിറ്റി ആക്കി മാറ്റുന്നത്. ശരിക്കും നീയാണ് അവനെ ലൈഫ് ഓഫ് ദ സിറ്റി ആക്കി മാറ്റിയത്, നമ്മളാണ് അവനെ ലൈഫ് ഓഫ് ദ സിറ്റി ആക്കി മാറ്റിയത് എന്നിങ്ങനെ ഹീറോ പറയുന്നു. ഇങ്ങനെ പറയുക മാത്രമല്ല, ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് പുള്ളിക്കാരന്റെ തോക്ക് വാങ്ങി നമ്മുടെ ഹീറോ ക്യാപ്റ്റനെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഈ ഒരു ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ ലീയെ അവിടിട്ട് അടിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ക്യാപ്റ്റനെ കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോ തന്നെ ഇപ്പോൾ ഒരു വില്ലനായി മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റനെ കൊന്ന ഹീറോ അവിടെയുള്ള CCTV ക്യാമറയിൽ ഒന്നിൽ നോക്കി ഞാനാണ് ലൈഫ് ഓഫ് ദ സിറ്റി എന്ന് പറഞ്ഞു. ഇത്രയും നാൾ ലൈഫ് ഓഫ് ദ സിറ്റി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നു. ഇത് വില്ലൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വില്ലന്റെ ഉദ്ദേശം ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നുണ്ടെങ്കിലും അവൻ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങൾ പോയത്. കുറച്ച് ഡിഫറന്റ് ആയിട്ട് വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് അവൻ ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവന്റെ വീടിനടിയിലുള്ള ഒരു ബേസ്മെന്റിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു പൂള് പോലുള്ള സെറ്റപ്പിൽ കിടക്കുന്ന ഒരു ശവത്തിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് കുറച്ചങ്ങോട്ട് നീങ്ങി കിടക്ക്, അധികം വൈകാതെ നിനക്കൊരു സുഹൃത്ത് കൂടി വരും എന്ന് പറയുന്നു. ഈ ഡെഡ് ബോഡി ലീയുടേതാണ്. കുറെ നാളുകൾക്ക് മുമ്പ് അവനെ തട്ടിക്കൊണ്ട് വന്ന ഇവൻ അവനെ കൊന്ന് അവന്റെ ഡെഡ് ബോഡി ഇത്രയും നാൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുമായിരുന്നു. നേരത്തെ പോലീസുകാർ ഈ കില്ലറിന്റെ വീട് അരിച്ചു പറക്കി തിരിയുന്നുണ്ടായിരുന്നെങ്കിലും ഈ ബേസ്മെന്റ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു വലിയ അക്വേറിയം ഈ ബേസ്മെന്റിന്റെ എൻട്രൻസിന്റെ അവിടെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ബേസ്മെന്റും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതിനുള്ളിലുള്ള ഈ ശവവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇപ്പൊ വാർത്തയിലെല്ലാം ക്യാപ്റ്റന്റെ മരണമാണ് പ്രധാന വിഷയം. ക്യാപ്റ്റനെ കൊന്ന ഫാങ് മൂവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടർന്നു വരുന്നു. അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നിങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അവിടെ കട്ടായാൽ അടുത്ത സീനിൽ വില്ലനെ തേടി ചെല്ലുന്നത് നമ്മുടെ ഹീറോയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോ ലൈഫ് ഓഫ് ദ സിറ്റി ആയി മാറിയത് വില്ലൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു തവണ നിനക്ക് ഞാൻ ലൈഫ് ഓഫ് ദ സിറ്റി ആയി മാറാനുള്ള അവസരം തന്നിരുന്നു, അന്ന് നീ അത് കളഞ്ഞു വിളിച്ചു. ഇപ്പൊ നിനക്ക് ആ പേര് പറയാൻ പോലും യോഗ്യതയില്ല, എന്നിട്ടും നിന്നെയാണ് ഇവരെല്ലാം ലൈഫ് ഓഫ് ദ സിറ്റി ആയി കാണുന്നത്. അതിന് നമ്മുടെ ഹീറോ, നീ പണ്ട് എന്നെ കോപ്പി അടിക്കാനല്ലടാ ശ്രമിച്ചിട്ടുള്ളത്, എന്നെ പോലെ ആവാനാണ് നീ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ നീ ലൈഫ് ഓഫ് ദ സിറ്റി ആണെന്ന് പറഞ്ഞാൽ നീ എന്റെ വെറും ഒരു കോപ്പി മാത്രമാണെന്ന് എല്ലാവരും പറയൂ. പണ്ടേ നീ ഒരു മണ്ണുണ്ണി, ഇപ്പോഴും നീ അതേ മണ്ണുണ്ണി തന്നെയാണ് എന്നും കൂടെ നമ്മുടെ ഹീറോ പറയുമ്പോൾ വില്ലന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടിയായി. ഇവൻ ആളൊരു മണ്ണുണ്ണിയാണെന്നുണ്ടെങ്കിലും തല്ലാനൊക്കെ പുള്ളി വേറെ ലെവലാണ്. നമ്മുടെ ഹീറോയോട് കട്ടയ്ക്ക് പുള്ളിക്കാരൻ പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് ആയി, ഭയങ്കര ഫൈറ്റ് ആയി. ഒരു പോയിന്റിൽ നമ്മുടെ ഹീറോയെക്കാൾ ബെറ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇവനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ എന്ത് ചെയ്തെന്നോ, അവന്റെ ഒരു വിരൽ ഹീറോയ്ക്ക് തക്കത്തിന് കിട്ടി. ഹീറോ ആ വിരൽ മുഴുവൻ കടിച്ചങ്ങ് പറിച്ചു. അതായത് ജാങ്യയുടെ ഒരു വിരൽ മുഴുവൻ കടിച്ചു പറിച്ച് ഹീറോ അതങ്ങ് വിഴുങ്ങി. അപ്പോഴേക്കും ഹീറോ ഏകദേശം തളർന്നു വീണു.
വീണു. ഒരു വിരല് പോയെങ്കിലും ജിയാങ്ങിയ വിട്ടുകൊടുക്കുന്നില്ല. അവനവന്റെ ബാക്കിയുള്ള സ്ട്രെങ്ത് ഉപയോഗിച്ച് ഒരു വിധത്തിൽ എഴുന്നേറ്റ് നമ്മുടെ ഹീറോയെ വലിച്ച് കാറിൽ കയറ്റി ലീ ഈയുടെ ഡെഡ് ബോഡി ഇട്ടിരിക്കുന്ന അങ്ങോട്ട് കൊണ്ടുചെല്ലുന്നു. അവിടെ വെച്ച് നമ്മുടെ ഹീറോയെ പൂർണ്ണമായിട്ടും കൊന്ന് ലീ ഈയുടെ ഡെഡ് ബോഡിയുടെ കൂടെ അവിടെ ഇട്ടേക്കാനാണ് പ്ലാൻ. അങ്ങനെ ഫൈനലി വില്ലൻ ഒരു ചെറിയ ആക്സ് എടുത്ത് നമ്മുടെ ഹീറോയെ വെട്ടിക്കൊല്ലുന്നത് കാണിച്ച ആ സീൻ അവിടെ കട്ടായാൽ അടുത്ത സീനിൽ ദേ നമ്മുടെ ക്യാപ്റ്റൻ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഇതെന്താണിത്, ഇങ്ങനെ മരിച്ചു എന്നല്ലേ കുറച്ചു നേരം മുമ്പ് മീഡിയാസ് എല്ലാം വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്? അവിടെയാണ് ട്വിസ്റ്റ്. ഈ ക്യാപ്റ്റനെ നമ്മുടെ ഹീറോയും കഫയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോ ഈ ക്യാപ്റ്റന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ക്ലോസ് റേഞ്ചിൽ വെച്ച് ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും, നീ എന്തായാലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ധരിച്ചിരിക്കണം, എന്നാലും നിനക്ക് വേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്നിങ്ങനെയൊക്കെ നമ്മുടെ ഹീറോ ഓൾറെഡി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ക്യാപ്റ്റന്റെ മരണം അവർ ഫേക്ക് ചെയ്തതാണ്. ക്യാപ്റ്റൻ തിരികെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. ജിയാങ്ങിയായും പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കെട്ടിയിടുന്നു. ഇവിടെ വെച്ച് നമ്മുടെ ഹീറോയിൻ മീനാൻ പോലീസുകാരുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു വീഡിയോ കാണിക്കുവാണ്. നമ്മുടെ ഹീറോ ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൽ നമ്മുടെ ഹീറോ പറയുന്നത് താൻ ഒരു സൂയിസൈഡ് മിഷൻ പ്ലാൻ ചെയ്യുവാണ്. തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ജിയാങ്ങിയായിക്കെതിരെയുള്ള തെളിവുകൾ താൻ കണ്ടെത്തും. ആ തെളിവുകൾ ഉപയോഗിച്ച് അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ്. എന്തായിരുന്നു നമ്മുടെ ഹീറോയുടെ പ്ലാൻ? ഒന്നാമതായിട്ട് നമ്മുടെ ഹീറോ ചെയ്തത് നമ്മുടെ ക്യാപ്റ്റനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ സ്വയം ലൈഫ് ഓഫ് ദ സിറ്റി ആയി മാറി. ഇത് വില്ലൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ലെന്ന് ഹീറോയ്ക്ക് അറിയാമായിരുന്നു. ഇതിലൂടെ വില്ലൻ തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഏതൊരു അവസ്ഥയിലേക്കും പോകണം, തന്നെ അവൻ എങ്ങനെയും കീഴ്പ്പെടുത്തിയേ പറ്റൂ എന്നൊരു സിറ്റുവേഷനിലേക്ക് അവനെ ആക്കിയെടുക്കണം എന്നുള്ളതായിരുന്നു ഹീറോയുടെ പ്ലാൻ. അതിൽ നമ്മുടെ ഹീറോ വിജയിച്ചു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്? നേരത്തെ ഹീറോ ജിയാങ്ങിയയുടെ നാട്ടിൽ പോയപ്പോൾ അവിടെ അവരുടെ വീടിന്റെ ബേസ്മെന്റിലായിട്ട് ഇവന്റെ അച്ഛന്റെ മൃതദേഹം അല്ലെങ്കിൽ ആ പുള്ളിക്കാരന്റെ സ്കെലിറ്റൻ ഇരിക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കൊന്ന അവന്റെ അച്ഛന്റെ ബോഡി സൂക്ഷിച്ചു വെച്ച് അത് സ്കെലിറ്റൺ ആയിട്ട് പോലും പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ആ ബോഡിയിൽ അവൻ മുറിവേൽപ്പിക്കാറുണ്ടായിരുന്നു. ആ സ്കെലിറ്റണിൽ വന്നിട്ടുള്ള മുറിവുകളൊക്കെ പരിശോധിച്ചപ്പോൾ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ മുറിവുകൾ വരെ അതിൽ കാണാം. അതിനർത്ഥം 10-15 വർഷങ്ങൾക്ക് മുമ്പ് കൊന്ന അവന്റെ അച്ഛന്റെ ശരീരം സൂക്ഷിച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് അല്ലെങ്കിൽ ആ ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ തല്ലിച്ചതച്ച് അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു തരത്തിലുള്ള ഒരു സൈക്കോയാണ് ഈ ജിയാങ്ങിയ. ഏതാണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജിയാങ്ങിയയുടെ അച്ഛന്റെ സ്കെലിറ്റണിൽ ഇതുപോലെ പലയിടത്തും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു 3-4 വർഷമായിട്ട് ആ സ്കെലിറ്റന് പിന്നീട് മുറിവുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ജിയാങ്ങിയയ്ക്ക് പുതിയ ഇരയെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു സൈക്കോയ്ക്ക് അവന്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. എന്നാലും ആരായിരിക്കും ജിയാങ്ങിയയ്ക്ക് കിട്ടിയ പുതിയ ഇര? കഴിഞ്ഞ 3-4 വർഷമായിട്ട് അവൻ ആരുടെ മൃതദേഹത്തിലാണ് ഇതുപോലെ മുറിവുകൾ ഉണ്ടാക്കി അങ്ങനെ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഹീറോയ്ക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല അത് ലീ ഈ ആണെന്ന് കണ്ടെത്താൻ. ജിയാങ്ങിയ എവിടെയോ ലീയുടെ ശരീരം സൂക്ഷിച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് അതിൽ മുറിവ് ഏൽപ്പിച്ച് അവൻ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ അവനെ കൊടുക്കാൻ പറ്റും. അതിനാകെ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, നമ്മുടെ ഹീറോ ആയിട്ട് അവന്റെ കെണിയിൽ ചെന്ന് വീഴുക. അങ്ങനെയാണ് തന്റെ സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യാൻ നമ്മുടെ ഹീറോ തീരുമാനിക്കുന്നത്. ഈ സമയമൊക്കെ ഹീറോ അവന്റെ കയ്യിൽ ഒരു ട്രാക്കബിൾ ഡിവൈസ് കരുതിയിരുന്നു. ലീ ഈയുടെ ശരീരം കിടക്കുന്നിടത്ത് തന്നെ അവൻ എത്തിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ഹീറോ അത് ഓൺ ചെയ്തു. ഇനി എന്തെങ്കിലും റീസന്റെ പേരിൽ അവൻ രക്ഷപ്പെട്ടാലോ എന്ന് കരുതി നമ്മുടെ ഹീറോ എന്ത് ചെയ്തു? ഫൈറ്റിനിടയിൽ തന്നെ വില്ലന്റെ ഒരു വിരൽ കടിച്ച് പറിച്ച് അങ്ങ് വിഴുങ്ങുകയും ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് വില്ലനാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ തെളിവ് ഹീറോയുടെ വയറിനുള്ളിൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹീറോയെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഹീറോയുടെ വയറ്റിൽ നിന്ന് വില്ലന്റെ വിരൽ കിട്ടും. അത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ പ്ലാൻ പ്രകാരം കാര്യങ്ങളൊക്കെ നടന്നു. ഈ വീഡിയോ പോലീസുകാർ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ജനങ്ങളൊക്കെ ഈ വീഡിയോ കാണും. ജനങ്ങൾ നിയമം പാലിക്കുകയാണ് വേണ്ടത്, നിയമം കയ്യിലെടുക്കുകയല്ല വേണ്ടത്. നിയമം കയ്യിലെടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുക അല്ല വേണ്ടത്. ഇവിടെ ഒരു ലൈഫ് ഓഫ് ദ സിറ്റിയുടെ ആവശ്യമില്ല എന്ന് അവർ തിരിച്ചറിയും. ജിയാങ്ങിയായിരിക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവനും ആകെ മൊത്തം പെട്ടു. ഇപ്പൊ സകല തെളിവുകളും അവനെതിരാണ്. നമ്മുടെ ഹീറോ അവന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഫൈനലി ഈ വില്ലനെ കുടുക്കി. അതും നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ കുടുക്കി. അങ്ങനെ നമ്മുടെ സിനിമയും അവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നമ്മുടെ സിനിമ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഒരു ട്വിസ്റ്റ് ഉണ്ട്. വില്ലൻ നമ്മുടെ ഹീറോയെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് പോലീസുകാർ അവിടെ എത്തിയിരുന്നു. ഹീറോ അവന്റെ കയ്യിൽ ഒരു ട്രാക്കബിൾ ഡിവൈസ് കരുതിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് അവൻ ഓൺ ചെയ്ത് ഉടനെ തന്നെ പോലീസ് പെട്ടെന്ന് ആക്ട് ചെയ്ത് നമ്മുടെ ഹീറോയിന്റെ നേതൃത്വത്തിൽ ഒരു ടീം അങ്ങോട്ട് എത്തി. അങ്ങനെ അവർ വില്ലനെ പിടിച്ചു, നമ്മുടെ ഹീറോയെ സേവ് ചെയ്യുന്നു. പിന്നെ ഹീറോ ട്രാക്കബിൾ ഡിവൈസ് അവന്റെ കയ്യിൽ കരുതിയത് ഒരു പൂവിനകത്താണ്. നേരത്തെ നമ്മുടെ ഹീറോയിൻ ഒരു ബ്ലൂ കളർ പൂ കാണിച്ചിട്ട് അത് ഓർമ്മ പുഷ്പമാണ്, ആരെങ്കിലും മരിച്ചിടത്ത് പോയി കേസ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പൂ അവിടെ അർപ്പിച്ചിട്ട് വേണം കേസ് അന്വേഷണം തുടങ്ങാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതുപോലെ ഒരു പൂവിനകത്ത് ട്രാക്കബിൾ ഡിവൈസ് വെച്ച് പോലീസുകാർക്ക് നമ്മുടെ ഹീറോയിലേക്ക് എത്താനുള്ള വഴി ഹീറോ കാണിച്ചു കൊടുത്തു. ഇവിടെ ഇങ്ങനെ ഒരു ഡീറ്റെയിലിങ്ങിലൂടെ നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിനെ ഇഷ്ടമായിരുന്നു എന്നും കാണിച്ചു തരുന്നു. അങ്ങനെ മരണത്തെ തൊട്ടില്ല സിറ്റുവേഷൻ വരെ എത്തി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഇനിയിപ്പോൾ തന്റെ മുന്നോട്ടുള്ള ജീവിതം മീനാനുമൊത്ത് ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ഹീറോയെ കാണിച്ച് സിനിമ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.